ഇന്ന് വളരെ ആഴമായ ഒരു വിഷയത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 21-ാമത്തെ വാക്യം അതിന് ആധാരമായി വായിക്കുന്നു. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്കൊന്നും അസാധ്യമാകയില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലുമല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. For our meditation today, let's turn our attention to Matthew chapter 17 verse 21. Because you have so little faith, truly I tell you, if you have the faith as small as a mustard seed, you can say unto this mountain, move from here to there, and it will move. നിങ്ങൾ വേദപുസ്തകത്തിലേക്ക് നോക്കിയാൽ ചില പദങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നു. ഒന്ന്, നിങ്ങൾക്ക് വിശ്വാസം എന്നൊരു വാക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, വിശ്വാസം എന്നൊരു വാക്ക് കാണാം. നീങ്ങുക എന്ന് പറഞ്ഞാൽ, പറയുക എന്നൊരു വാക്ക് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകയില്ല എന്നൊരു വാക്ക് നിങ്ങൾക്ക് കാണാം. പ്രാർത്ഥന, ഉപവാസം, ഇങ്ങനെ 5 വാക്കുകൾ നിങ്ങൾക്കവിടെ കാണാം. ഇതിനെ ഞാൻ ഒറ്റ വാക്കാക്കി പറയാൻ പോവാണ്. അതാണ് ഇന്നത്തെ മെസ്സേജ്. ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, വിശ്വാസം പറയുക, നിങ്ങൾക്കൊന്നും അസാധ്യമാകില്ല. ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, വിശ്വാസം പറയുക, നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ, നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല. നമ്മൾ സാധാരണ വായിച്ചിട്ടുള്ള, സാധാരണ പറയുന്ന ഒരു വാക്കാണ് ഫോർ നത്തിങ് ഈസ് ഇംപോസിബിൾ വിത്ത് അവർ ഗാഡ്. നമ്മുടെ ദൈവത്തിനൊരു കാര്യവും അസാധ്യം അല്ല. പക്ഷെ ഇവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക്, ദൈവത്തിനല്ല, എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയില്ല. നിങ്ങളുടെ മുമ്പിൽ സാധ്യതകളുടെ വാതിലുകൾ തുറക്കപ്പെടും. നിങ്ങളുടെ മുമ്പിലുള്ള അസാധ്യങ്ങൾ സാധ്യമാകും. ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, വിശ്വാസം പറയുക. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ തയ്യാറായാൽ, നിങ്ങൾ ഉപവസിച്ചാൽ, നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ, നിങ്ങളുടെ വാ കൊണ്ട് നെഗറ്റീവ് പറയാതെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാൻ തയ്യാറായാൽ, എത്ര പർവ്വത സമമായ വിഷയങ്ങളും ഇന്ന് പകൽ മഞ്ഞുപോലെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഉരുകി മാറുവാനിടയാണ്. If we look into this verse, what we find is, we find the words like faith, move, nothing impossible, prayer, fasting. And the pastor would like to make it in one sentence: pray, fast, and say words of faith. Nothing will be impossible to you. We often hear the words or sentences like, or the Bible words like, for nothing is impossible with God. But what God says to us through these words is that if you can pray, if you can fast, if you shun from saying negative things, and if you can say positive things, and if you sit in the presence of the Lord says that nothing will be impossible. And even a greatest mountain which is standing in front of you, if that challenge that you are facing like a mountain, that will move away if you pray, fast, and say words of faith. Amen. ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, വിശ്വാസം പറയുക, നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ശിഷ്യന്മാരോ ദൂതന്മാരോ മനുഷ്യരോ അല്ല, സാക്ഷാൽ ദൈവപുത്രനാകുന്ന യേശുവാണ്. ഈ
യേശു കർത്താവ് ശിഷ്യന്മാരെ ശരിക്കും പഠിപ്പിച്ചത്, യേശു കർത്താവിൻ്റെ ഒപ്പമുണ്ടായിരുന്നവരെ യേശു ശരിക്കും ട്രെയിൻ ചെയ്തത് പ്രാർത്ഥിക്കുവാനാണ്. ശരിക്കും ശിഷ്യന്മാരെ എങ്ങും പ്രസംഗിക്കാൻ പഠിപ്പിച്ചത് ഞാൻ കാണുന്നില്ല. ശിഷ്യന്മാരെ എങ്ങും യേശു കർത്താവ് പ്രൊഫസി ചെയ്യാൻ പഠിപ്പിച്ചത് ഞാൻ കാണുന്നില്ല. ശിഷ്യന്മാരെ എങ്ങും മരിച്ചവരെ എങ്ങനെയാണ് ഉയർപ്പിക്കുന്നത് എന്ന് യേശു പഠിപ്പിച്ചത് നമ്മൾ കാണുന്നില്ല. പക്ഷെ പിൽക്കാലത്ത് ശിഷ്യന്മാർ മരിച്ചവരെ ഉയർപ്പിച്ചു, രോഗികളെ സൗഖ്യമാക്കി, അവരിലൂടെയൊക്കെ ഒത്തിരി അത്ഭുതങ്ങൾ നടന്നു. പക്ഷെ യേശു കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചത് ഹൗ ടു പ്രേ, എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അതിൽ നിന്ന് ഞാനൊരു സത്യം പറയാം. പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ, പ്രാർത്ഥന മനുഷ്യരായി മാറിയാൽ നിന്റെ മുമ്പിൽ ഭൂതം വിട്ടു പോകും, രോഗികൾ സൗഖ്യമാകും, മരിച്ചവർ ഉയർക്കും, അത്ഭുതങ്ങൾ നടക്കും. നിങ്ങൾക്ക് ഒരു കാര്യവും അസാധ്യം ആകുകയില്ല. ഇതിന് യേശു കർത്താവ് തന്നെ ഈ ഭൂമിയിലേക്ക് വന്ന് അങ്ങനൊരു ലൈഫ് നമുക്ക് കാണിച്ചു തന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാമോ, ഉലകത്തിൽ ഒരു മനുഷ്യൻ്റെയും പ്രാർത്ഥന ആവശ്യമില്ലാത്ത ദൈവപുത്രൻ പ്രാർത്ഥിച്ചതാണ് പ്രാർത്ഥനയുടെ മാതൃക. മനസ്സിലായില്ല? നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് യേശുവിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ആരെങ്കിലും യേശുവിന് വേണ്ടി പ്രാർത്ഥിക്കണോ? ഞാൻ മിണ്ടാതിരുന്നോണ്ടാണ് ഞാൻ ചോദിച്ചേ. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് ഇന്ന് പകലത്തെ സഭായത്തിൽ നമുക്ക് കൈകോർത്ത് പിടിക്കാം. നമുക്ക് ദൈവത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കണോ? പ്രാർത്ഥന ആവശ്യമില്ലാത്ത ഒരുവൻ ഈ ലോകത്തിലുണ്ടെങ്കിൽ അത് ക്രിസ്തു മാത്രമായിരുന്നു. ആ ക്രിസ്തു പ്രാർത്ഥിച്ചതാണ് പ്രാർത്ഥനയുടെ മാതൃക. എല്ലാം മനസ്സിലാകുന്നുണ്ടോ? ശരിക്കും വിശുദ്ധ തിരുവെഴുത്തുകളിലൂടെ നാം കടന്നു പോകുമ്പോൾ എബ്രായർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ബൈബിൾ പറയുന്നു, അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും ശ്രേഷ്ഠ മഹാപുരോഹിതനുമാകുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. ഇന്ന് നമ്മൾ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ യേശുവിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അസാധാരണമായ പ്രാർത്ഥനയുടെ ഒരു മാതൃകയാണ്. എബ്രായർ 12 ബൈബിൾ പറയുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമാകുന്ന യേശുവിനെ നോക്കി നിങ്ങളുടെ ഓട്ടം നിങ്ങൾ സ്ഥിരതയോടെ ഓടുക. അപ്പോൾ യേശുവിനെ നിങ്ങൾ നോക്കിയാൽ, യേശുവിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഈ ഭൂമിയിൽ വന്ന് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, പ്രാർത്ഥനയിലാണ് പ്രശ്നങ്ങളെ ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ അത്യത്ഭുതകരമേറിയ ഒരു മാതൃകയാണ്. This verse which we read for our meditation is said not by any angels or by any saints of God, but this is said by Jesus Christ himself. This is said by Jesus. Actually, Jesus trained his disciples for 3.5 years, and the main training which he did for them was he taught them how to pray. He didn't teach them how to prophesy. He didn't teach them how to preach. He didn't teach them how to cast out demons, how to raise people from the death. He didn't teach them all of this, but he very specifically taught all of them to pray, to earnestly pray. And as the pastor said, the truth is, if a person can pray incessantly, continuously with fasting, that person can cast out demons. Mountains will move away from that person, and demons will flee. That can happen in that person's life. And as the pastor said, Jesus is the model for prayer. Actually, he didn't need any prayer. Nobody should pray for Jesus because he is God himself. He is the prayer answering God. He doesn't need any prayer. But Jesus is the greatest model for prayer. In Hebrews 3:1 we find
Holy brethren, partakers of heavenly calling, consider the apostle and high priest of our confession, Jesus Christ. And in 12:1 we find, looking unto Jesus, who is the author and the perfecter of faith. Today the Lord is telling to all of us, for our prayer, the model is Jesus Christ, and look unto Jesus and learn how to pray. ലൂക്കോസ് 11:1 എഴുതിയിട്ടുണ്ട്, യേശു ക്രിസ്തു, അവനെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. വായ കൊണ്ട് പറയാമോ? യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആ പദം ഭയങ്കരമാണ്. യേശു പ്രാർത്ഥിച്ചു എന്നല്ല, യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അത് ഒരു ചെറിയ പ്രാർത്ഥനയല്ല, അത് നീണ്ട പ്രാർത്ഥനയാണ്. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. നിങ്ങളത് മനസ്സിലാക്കണം. യേശു കർത്താവിൻ്റെ കൂടെ നിഴല് പോലെ നടക്കുന്ന ഈ ശിഷ്യന്മാർ, അവർ അത്ഭുതങ്ങൾ ദിനംപ്രതി കാണുകയാണ്. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരങ്ങളിലെല്ലാം കർത്താവ് കടന്നു പോകുന്ന ഇടങ്ങളിലെല്ലാം അവർ ദൈവപ്രവൃത്തികൾ ധാരാളമായി കാണുകയാണ്. സത്യമായി ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കാം. എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്, പാസ്റ്ററെ എങ്ങനെയായി പ്രൊഫസി ചെയ്യുന്നത്? ആൾക്കാരുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ പാസ്റ്റർ എങ്ങനെയാണ് കാണുന്നത്? അതെങ്ങനെയാണ് പാസ്റ്റർ പറയുന്നത്? എൻ്റെ അടുത്ത് നിൽക്കുന്നവർ ചോദിച്ചിട്ടുണ്ട്, പാസ്റ്റർ ഈ ദുരാത്മാക്കളോട് വിട്ടുപോകാൻ പറയുമ്പോൾ അത് വിട്ടുപോയി എന്ന് എങ്ങനെയാണ് അറിയുന്നത്? പാസ്റ്റർ ഈ ഹീലിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എങ്ങനെ അറിയാം പാസ്റ്റർ അവർക്ക് ആ രോഗമുണ്ടെന്ന്? പാസ്റ്റർ എങ്ങനെ അത് മനസ്സിലാക്കുന്നത്? അത് സൗഖ്യമായെന്ന് പാസ്റ്റർ പറയുന്നു, അടുത്ത ദിവസം ചെക്ക് ചെയ്ത് അത് ഹീലിംഗ് ആയിട്ട് വരും. എങ്ങനെ നിങ്ങളത് തിരിച്ചറിയുന്നു എന്നൊക്കെ എൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്ന എന്നോടുകൂടെ ഒട്ടിയുരുമി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ശിഷ്യന്മാർ ചോദിച്ചത്, ഞങ്ങൾക്ക് എങ്ങനെയാ ഭൂതത്തെ പുറത്താക്കേണ്ടത് എന്നെ പഠിപ്പിക്കണമേ എന്നല്ല, രോഗികളെ സൗഖ്യമാക്കുന്നത് എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കണമെന്നല്ല, ഭൂതങ്ങളെ പുറത്താക്കുന്നത് എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കണമെന്നല്ല. യേശു കർത്താവ് ചെയ്ത അത്യത്ഭുതകരമായ ശുശ്രൂഷയുടെ സീക്രട്ടുകളെ കുറിച്ചൊന്നുമല്ല ശിഷ്യന്മാർ ചോദിച്ചത്, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. അത് അവർ മനസ്സിലാക്കി. യേശുവിൻ്റെ ലൈഫിലൂടെ രാത്രി മുഴുവൻ മലയിൽ കയറി പിതാവിനോട് സമയം ചിലവഴിച്ച് പ്രാർത്ഥനാനിരതനായി പ്രാർത്ഥനയുടെ ഗിരിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ക്രിസ്തുവിൻ്റെ മുൻപിലാണ് അന്ധൻ്റെ കണ്ണ് തുറന്നത്, ചെകിടൻ്റെ ചെവി കേട്ടത്, ഊമർ സംസാരിച്ചത്. ജീവിത വിജയത്തിൻ്റെ രഹസ്യമെന്തെന്ന് തിരിച്ചറിഞ്ഞവർ, ആ രഹസ്യം പ്രാർത്ഥനയാണെന്ന് മനസ്സിലാക്കിയവർ ആ കർത്താവിനോട് ചോദിക്കുന്നു, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. സാധാരണ യേശു കർത്താവിനോടൊരു കാര്യം ചോദിച്ചാൽ സഡൻലി കർത്താവ് അതിന് ആൻസർ ചെയ്യൂല. പല കാര്യങ്ങളും കർത്താവിനോട് ചോദിച്ചാൽ പലതിനും കർത്താവ് പല ഉത്തരമാണ് കൊടുക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച ഉത്തരമായിരിക്കത്തില്ല യേശു തരുന്നത്. വ്യഭിചാരക്കുറ്റത്തിൽ പിടിച്ചുകൊണ്ട് നടുവിൽ നിർത്തിയവളെ കല്ലെറിഞ്ഞ് കൊല്ലണമോ വേണ്ടയോ എന്ന് ചോദിച്ച ചോദ്യത്തിന് യെസ്സും നോയുമല്ല കർത്താവ് പറഞ്ഞത്, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ഇവളെ എറിയട്ടെ എന്നാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൻസർ ആയിരിക്കത്തില്ല കർത്താവിൽ നിന്ന് വരുന്നത്. ചിലതിനൊന്നും അവൻ മറുപടി പറഞ്ഞിട്ടില്ല, മറുപടി പറയാതെ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ശിഷ്യന്മാർ ആവശ്യപ്പെട്ടിട്ട് 2 ദിവസം നീട്ടിവെക്കുകയല്ല, അടുത്ത ദിവസം പറഞ്ഞു തരാമെന്ന് പറയുകയല്ല. ആ മൊമെന്റിൽ തന്നെ, ആ സെക്കൻഡിൽ തന്നെ, അവിടെ വെച്ച് തന്നെ ദ മോഡൽ ഓഫ് പ്രെയർ, പ്രാർത്ഥനയുടെ ഒരു മോഡൽ അവർക്ക് യേശു ചൊല്ലിക്കൊടുത്തു, യേശു അവർക്ക് പറഞ്ഞു കൊടുത്തു. എന്താ അതിൻ്റെ കാരണമെന്നറിയാമോ? പ്രാർത്ഥന എന്ന് പറയുന്ന വിഷയം, പ്രാർത്ഥന എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പാട് നാളത്തേക്ക് നീക്കി വെക്കേണ്ടതല്ല, അടുത്ത മണിക്കൂറിലേക്ക് വിട്ടുകളയേണ്ടതല്ല, അത് ഇപ്പോൾ തന്നെ ആരംഭിക്കേണ്ടതാണ്. അത് ഇപ്പോൾ തന്നെ ആരംഭിക്കേണ്ടതാണ്, അത് ഇപ്പോൾ തന്നെ തുടങ്ങേണ്ടതാണ്. ഓ താങ്ക് യു ജീസസ്.
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റിവെക്കുന്ന ഒന്നുണ്ടെങ്കിൽ, നമ്മൾ നീക്കി വെക്കുന്ന ഒന്നുണ്ടെങ്കിൽ, നമ്മൾ പിന്നാകട്ടെ എന്ന് കരുതുന്ന ഒന്നുണ്ടെങ്കിൽ, നാളെയാകട്ടെ എന്ന് ചിന്തിക്കുന്ന ഒന്നുണ്ടെങ്കിൽ, അതൊരു പക്ഷേ പ്രാർത്ഥനയായിരിക്കും. പക്ഷെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്, കർത്താവ് നമ്മളെ അറിയിച്ചത്, ഈ ഒരു ഭാഗത്തിലൂടെ വ്യക്തമാക്കിയത്, പ്രാർത്ഥന നീട്ടിവെക്കാനുള്ളതല്ല, നീക്കി വെക്കാനുള്ളതല്ല, നാളെ പറഞ്ഞു കൊടുക്കാനുള്ളതല്ല, ഇപ്പോൾ തന്നെ അത് തുടങ്ങി വെക്കാനുള്ള ഒന്നാണ്. ഹല്ലേലൂയ. Jesus Christ is praying and the disciples are waiting for him to finish the prayer. The prayer of Jesus was so serious. Jesus took prayer as a most important thing, and as the pastor said, we need to give importance, heed to the things which the Lord gives more importance. And Jesus Christ is praying, and on a daily basis the disciples are seeing miracles. And as the pastor said, people who walk with him always ask him, how do you get these details of people, and how do you prophesy to the people, how does these healings happen, how does these miracles manifest? And here these disciples are not asking all those things which Jesus does on a daily basis, but disciples asked Jesus one thing: we need to learn how to pray. And what the reason is that they are not asking anything else. Why specifically they are asking for this to be taught? The reason, as the pastor said, they understood the secrets to miracles, the secrets to the manifestation of the Spirit, the secrets to demons fleeing. All these lies in one and only fact, that is the secret prayer life of Jesus Christ. And today, if somebody asks Jesus, Lord, we need to know how to pray, teach us how to pray, that will become the secret of the success of your life. And somebody asks Jesus for that. And usually Jesus to the answers to the questions, Jesus sometimes he gives no answer. Sometimes the answers will be unexpected. Sometimes the answer will be negative. But here Jesus is giving instantaneous answer on the spot. Jesus is granting their request. Why? Because Jesus knows that prayer cannot be delayed. And today the Lord says that we cannot delay the prayer, we cannot postpone the prayer. The Lord says today, at this moment, right now, ask the Lord, Lord, I need to learn how to pray, and the Lord will empower you with that unction to pray. Amen. കർത്താവിന്റെ ദാസൻ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അതിനകത്ത് ഒരു വേർഡ് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. ഓൺ ദി സ്പോട്ട് ആൻസർ. ഓൺ ദി സ്പോട്ട്, അവിടെ വെച്ച് തന്നെ ആ ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ അതിനുള്ള ഉത്തരം യേശു കർത്താവ് കൊടുക്കുകയാണ്. എങ്ങനെയാണ് നീ പ്രാർത്ഥിക്കേണ്ടത്, അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണമെന്നല്ല. ദ മോഡൽ ഓഫ് പ്രെയർ, പ്രാർത്ഥനയുടെ ഒരു മാതൃക ഇതായിരിക്കണം എന്ന് യേശു കർത്താവ് പഠിപ്പിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച കൊട്ടാരക്കര ചർച്ച് സർവീസിൽ സഭായോഗത്തിൽ ജനത്തോട്, വിശ്വാസികളോട് പരിശുദ്ധാത്മാവിനെ 3-4 തവണ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചു. ഹൗ ഇസ് യുവർ പ്രെയർ ലൈഫ് നൗ? ഇതേ ചോദ്യം ഞാൻ എറണാകുളം ചർച്ചിനോട് ചോദിക്കുന്നു, ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചോദിക്കുന്നു, നിങ്ങളുടെ കണ്ണെ നോക്കി കർത്താവ് ചോദിക്കുന്നു, നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയുണ്ട്? നമ്മൾ എന്തെങ്കിലും നീക്കി വെക്കുന്നെങ്കിൽ, നമ്മൾ എന്തെങ്കിലും മാറ്റി വെക്കുന്നെങ്കിൽ, തള്ളി വെക്കുന്നെങ്കിൽ, അതൊരു പക്ഷേ പ്രാർത്ഥനയുടെ സമയങ്ങളായിരിക്കും. പക്ഷെ പ്രിയപ്പെട്ടവരെ, അത് വലിയ അപകടകരമായ കാര്യമാണ്. ജീവിത വിജയത്തിന്റെ രഹസ്യം ദൈവത്തോടുള്ള ബന്ധമാണ്. മലയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന പുത്രനെ പലരും കാണുന്നില്ല. പരസ്യമായി ഇറങ്ങി വന്ന് നിന്ന് അത്ഭുതങ്ങളെ ചെയ്യുന്ന പുത്രനെ മാത്രമേ പലരും കാണുന്നുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രാർത്ഥനാ മുറിയിൽ എൻ്റെ പ്രെയർ കാർപ്പറ്റിൽ നെടുമ്പാട് കിടന്ന് പ്രാർത്ഥിക്കുന്ന, കരയുന്ന ഒരു ടിനു ജോർജിനെ ആരും കാണുന്നില്ല. രാത്രിയുടെ യാമങ്ങളിലും ചില പ്രഭാതങ്ങളിലുമൊക്കെ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് കിടന്ന് കരയുന്ന മനുഷ്യനെ ആരും കാണുന്നില്ല. അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ആ ദൈവപുരുഷനെ ആരും കാണുന്നില്ല.
അത് ലൈവിലില്ല, അത് വീഡിയോസിലില്ല, അത് റീൽസിലില്ല. പക്ഷേ ജനം കാണുന്നത് ആയിരങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്ന് നിന്നുകൊണ്ട് ശുശ്രൂഷിക്കുന്ന, പ്രവചിക്കുന്ന, ദൈവപ്രവർത്തികൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന മനുഷ്യരെയും ശുശ്രൂഷകരെയുമാണ്. ദൈവം ഉപയോഗിച്ച എല്ലാ ശുശ്രൂഷകർക്കും, ദൈവം ഉപയോഗിച്ച എല്ലാ മനുഷ്യർക്കും, ദൈവം അനുഗ്രഹിച്ച എല്ലാ കുടുംബങ്ങൾക്കും ഒരു പ്രാർത്ഥനയുടെ രഹസ്യമുണ്ട്. ഉറങ്ങല്ലേ മക്കളെ, ഉറങ്ങല്ലേ. ഇന്ന് ഉറക്കും. കാരണം ഈ പ്രാർത്ഥനയെന്ന് എഴുതി കാണിച്ചാൽ ഉറക്കും പിശാച്. അത് ശിഷ്യന്മാർ ഉറങ്ങിപ്പോയെന്നുള്ളത് സത്യമല്ലേ? ഒന്ന് ഓർത്തു നോക്കി. ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഇന്ന് വരെ ടിനുപാസ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് ഉറക്കം വന്നിട്ടേ ഇല്ല. പക്ഷെ എന്തുവെന്നറിയത്തില്ല, എനിക്ക് ഇതുപോലെ അങ്ങ് ഉറക്കം വരിക എന്നുണ്ടെങ്കിൽ ഇത് സബ്ജക്റ്റ് പ്രാർത്ഥനയായതുകൊണ്ടാണ്. ആരും മിണ്ടുന്നില്ല. കാരണം അത് എൻ്റെ പ്രശ്നമല്ല, അത്. മറുരൂപമലയിൽ ശിഷ്യന്മാരെയും കൊണ്ട് കർത്താവ് കയറിപ്പോയപ്പോൾ, പ്രാർത്ഥിക്കാൻ കയറിപ്പോയപ്പോൾ, പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ കയറിപ്പോയപ്പോൾ 3 എണ്ണം ഉറങ്ങി. ഗതശമനായിലും പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയപ്പോൾ എല്ലാം 11 എണ്ണം ഉറങ്ങി. ലാസറിന്റെ കല്ലറവാതിക്കൽ ഭയങ്കര ആക്റ്റീവായിരുന്നു. അപ്പം വാഴ്ത്തി വർദ്ധിപ്പിച്ചപ്പോൾ അതിനേക്കാൾ ആക്റ്റീവായിരുന്നു. കടലിൻ്റെ മേളിൽ നടന്നപ്പോൾ ഗ്ലോറിയസ് ആയിരുന്നു. പക്ഷേ പ്രാർത്ഥന എന്ന ടോപ്പിക്ക് വീണാൽ അവരും ഉറങ്ങും, നിങ്ങളും ഉറങ്ങും. കാരണം ഇതുമായിട്ട് നിങ്ങൾക്കൊരു ബന്ധമില്ലാത്തതുകൊണ്ടാണ്. എന്നാൽ പ്രാർത്ഥന എന്നുള്ള സബ്ജക്റ്റ് വീഴുമ്പോൾ, ആ സബ്ജക്റ്റിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ചിലർ ഭയങ്കര എൻകറേജ്ഡ് ആകുന്നുണ്ട്. കാരണം അവരുടെ ലൈഫാണത്. വെരി സീരിയസ്. നോക്കിയേ, ഞാനൊരു വാക്യം നിങ്ങളെ കാണിക്കുകയാണ്. മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം. നിങ്ങൾ ഈ വാക്യങ്ങൾ ശ്രദ്ധിക്കണം. മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വാക്യം. അതികാലത്തെ ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ടു, ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. അടുത്ത വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ശീമോനും കൂടെയുള്ളവരും അവന്റെ പിന്നാലെ ചെന്നു. അവനെ കണ്ടപ്പോൾ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. പ്രാർത്ഥനയ്ക്കായിട്ടുള്ള ഒരു ഒരുക്കം, പ്രാർത്ഥനയ്ക്കായിട്ടുള്ള ഒരു പുറപ്പാട് നിങ്ങൾക്കുണ്ടാകണം. യേശു അതികാലത്തെ ഇരുട്ടോടെ എഴുന്നേറ്റ് പ്രാർത്ഥനയ്ക്കുള്ള ഒരു സ്റ്റെപ്പ് വയ്ക്കുകയാണ്. കർത്താവ് ഉണർന്ന് നേരെ എഴുന്നേറ്റ് പരസ്യ ശുശ്രൂഷകൾക്ക് പോകുകയല്ല, മറ്റൊന്നിനും പോകുകയല്ല, പ്രാർത്ഥനയ്ക്കായി അവൻ പുറപ്പെടുകയാണ്. ബൈബിൾ നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ശീമോനും കൂടെയുള്ളവരും അവന്റെ പിന്നാലെ ചെന്നു. അവനെ കണ്ടപ്പോൾ, അപ്പൊ കൂടെ യേശുവിൻ്റെ കൂടെ പ്രാർത്ഥനയിൽ അവരില്ലായിരുന്നു. അവനെ കണ്ടപ്പോൾ, അവർക്ക് കാണാൻ കഴിയാത്ത എവിടെയോ ഇരുന്ന് യേശു മാറിയിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അവനെ കണ്ടപ്പോൾ എല്ലാവരും ഈ വേടൊക്കെ ശുശ്രൂഷ പ്രാപിക്കാനും വളരാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു ഇതൊന്ന് കേട്ടോണം. ശുശ്രൂഷ പ്രാപിക്കാനും അഭിഷേകത്തിൽ നിറയാനും വളരാനും വാഗ്ദത്തം നിറവേറാനും ഒക്കെ പ്രാർത്ഥിക്കുന്ന ഒരു ഇതൊന്ന് കേട്ടോണം. എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. യേശു എവിടെയാ? പ്രാർത്ഥനയിൽ. ശിഷ്യന്മാർ വന്ന് കർത്താവിനെ കണ്ടുമുട്ടിയിട്ട് പറഞ്ഞു, കർത്താവേ, ഭയങ്കര ഒരു ക്രൗഡ്, ഒരു കൂട്ടം നിന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴാ? അതിരാവിലെ തന്നെ. ദൈവത്തെ അന്വേഷിക്കുന്നവനെ ജനം അന്വേഷിക്കും. ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചവന്റെ മുഖം കാണാൻ ഒരു കൂട്ടത്തെ ദൈവം ഒരുക്കും. ഓ ജീസസ്. ദൈവത്തെ അനുഗമിക്കുന്നവനെ ജനം അനുഗമിക്കും. യേശുവിനെ മാതൃകയാക്കുന്നവനെ ജനം മാതൃകയാക്കും. പിടികിട്ടില്ലല്ലേ? ദൈവത്തെ അന്വേഷിച്ചവനെ ജനം അന്വേഷിക്കുകയാണ്. ദൈവത്തോട് നിനക്ക് വ്യക്തിപരമായ ബന്ധമുണ്ടോ? ദൈവത്തോട് വ്യക്തിപരമായി പ്രാർത്ഥനയിൽ
ബന്ധമുള്ളവരെ എറണാകുളത്തിന് വേണം. ദൈവത്തോട് വ്യക്തിപരമായി പ്രാർത്ഥനയിൽ ബന്ധമുള്ളവനെ ഭാരതത്തിന് വേണം. ദൈവത്തോട് പ്രാർത്ഥനയിൽ വ്യക്തിപരമായി ബന്ധമുള്ളവനെ ലോകത്തിന് വേണം. കാരണം അവനെ കൊണ്ട് മാത്രമേ ചിലത് ദൈവത്തിന് ചെയ്യാൻ കഴിയുകയുള്ളൂ. വിശ്വസിക്കുന്നവർ കൈകൾ അടിച്ച് ദൈവത്തിന് നന്ദി പറ. അവനെ കൊണ്ട് മാത്രമേ, അവനെ കൊണ്ട് മാത്രമേ, അവളെ കൊണ്ട് മാത്രമേ ദൈവത്തിന് ചിലത് ചെയ്യാൻ കഴിയത്തുള്ളൂ. Thank you Lord Jesus. Thank you Holy Spirit. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് സഭയോടും വളരെ വ്യക്തമായി പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്നവരെ ജനം അന്വേഷിക്കും. സീനായി പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് പ്രാർത്ഥനാ നിരതനായി മോശ ആ പ്രാർത്ഥനകൾ ഉപവാസവും കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ മോശയുടെ മുഖത്തിന്റെ ത്വക്ക് തേജസ് കൊണ്ട് നിറയപ്പെട്ടു. പ്രാർത്ഥിക്കുന്നവന്റെ മുഖഭാവം മാറി, പ്രാർത്ഥിച്ചിറങ്ങിയവന്റെ രൂപം മാറി. ഇന്ന് പകൽ ഈ ആലയത്തിനകത്ത് ഇതിനകത്ത് ട്രിക്കുകളില്ല, ടെക്നിക്കുകളില്ല, ഓട്ടോമാറ്റിക് ആയിട്ടുണ്ടാകുന്ന ഒന്നുമില്ല. പ്രാർത്ഥനയിൽ ചില ദൈവ പ്രവർത്തികൾ ഇതിനകത്ത് പരിശുദ്ധാത്മാവിനെ അയക്കാൻ പദ്ധതികളുണ്ട്. യേശുവിനെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. വിശുദ്ധ തിരുവെഴുത്തുകളിൽ ലൂക്കോസ് 3:21 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട്, ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശു സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പ്രാർത്ഥിച്ചവന്റെ മുൻപിൽ സ്വർഗം തുറന്നു. ചുമ്മാ അങ്ങ് തുറന്നില്ല. സ്നാനത്തിൽ തുറക്കാത്ത സ്വർഗം, യോഹന്നാന്റെ പ്രസംഗത്തിൽ തുറക്കാത്ത സ്വർഗം, യോഹന്നാന്റെ വലിയ പ്രവചനത്തിൽ തുറക്കാത്ത സ്വർഗം, യേശുവിന്റെ പ്രാർത്ഥനയുടെ മുൻപിൽ ഒരു ഓപ്പൺ ഹെവൻ ഉണ്ടാകുകയാണ്. നിന്റെ വീട്ടിൽ നീ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ? നിന്റെ വീടിന്റെ മുകളിൽ സ്വർഗം തുറന്നിരിക്കുകയാണ്. ജീസസ്. നിന്റെ സഭയിൽ പ്രാർത്ഥനയുണ്ടോ? നിന്റെ സഭയിൽ പ്രാർത്ഥനയുണ്ടോ? നിന്റെ സഭയ്ക്ക് മുകളിൽ ഒരു സ്വർഗം തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ദൈവശബ്ദം അടുത്ത വാക്യങ്ങളിൽ നാം കാണുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. പരിശുദ്ധാത്മാവ് എവിടെ വന്നു? പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ചവന്റെ മുൻപിൽ വന്നു. പരിശുദ്ധാത്മാവ് എവിടെ വന്നു? പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയിൽ വന്നു. യേശു എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് ഇവിടെ ഒരു സംഭവം, ഒരു ഫോട്ടോ കാണാം എന്ന് പറഞ്ഞാൽ ഒരു ഫ്രെയിം കാണാം. ഫ്രെയിം ശ്രദ്ധിക്കുന്നുണ്ടോ? ഫ്രെയിം ശ്രദ്ധിക്കുന്നുണ്ടോ? ആ ഫോട്ടോ ഫ്രെയിം ഒന്ന് ശ്രദ്ധിച്ചാൽ, ഒന്ന് യേശു പ്രാർത്ഥിക്കുന്നത് കാണാം, പുത്രനെ നിങ്ങൾക്ക് കാണാം. പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് തുറന്ന ഒരു സ്വർഗം കാണാം. അവിടെ നിന്നുകൊണ്ട് സംസാരിക്കുന്ന പിതാവാം ദൈവത്തെ കാണാം. ആ മൊമെന്റിൽ തന്നെ പറന്നിറങ്ങുന്ന രൂപിയായ പരിശുദ്ധാത്മാവെന്ന പ്രാവിനെ കാണാം. നോക്കിയേ, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും ഒരൊറ്റ സ്ഥലത്ത് സമ്മേളിച്ച് സ്വർഗവും തുറന്നു നിൽക്കുന്ന കാഴ്ച. ഒന്ന്, സ്വർഗം തുറന്നു നിൽക്കുന്നു. രണ്ട്, പിതാവായ ദൈവം സംസാരിക്കുന്നു, പുത്രൻ നിൽക്കുന്നു, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. ഇതെല്ലാം കൂടെ ഉള്ള ഒരു ഫോട്ടോ കാണണമെങ്കിൽ അത് യേശുവിന്റെ പ്രാർത്ഥനയിലാണ്.
ജീസസ്. ഓ, നിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ മുഴു സ്വർഗവും അറ്റൻഷൻ ആകുകയാണ്. നിന്റെ പ്രാർത്ഥനയുടെ മുൻപിൽ മുഴു സ്വർഗവും അറ്റൻഷൻ ആകുകയാണ്. Build up your prayer life. എന്നിട്ട് താഴേക്കുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് യേശു തന്റെ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ അവന് 30 വയസ്സായിരുന്നു എന്നാണ്. എൻ്റെ ചോദ്യം ഇതാണ്, യേശു തന്റെ പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുൻപ് എന്ത് ചെയ്തു? പുസ്തകം എടുത്തുകൊണ്ട് അങ്ങ് പോകുമായിരുന്നോ? ശുശ്രൂഷ എന്നും പറഞ്ഞോണ്ട് കർത്താവേ നീ എന്നെ നടത്തിക്കോണം ഇങ്ങനെ അങ്ങ് പോകുമായിരുന്നോ? അല്ല, പ്രാർത്ഥിച്ചു. യേശു പ്രാർത്ഥനയിൽ ആരംഭിച്ചു. 5 അപ്പവും 2 മീനും കയ്യിലെടുത്തു വെച്ച് പുരുഷാരം മുഴുവൻ അപ്പമീനുകളിലേക്ക് നോക്കിയപ്പോൾ വേദപുസ്തകം പറയുന്നു അവൻ സ്വർഗത്തിലേക്ക് നോക്കി. അപ്പമീനെടുത്ത് കൈവച്ച് ഇങ്ങനെ അന്തരീക്ഷത്തിയിട്ട് കറക്കി കൊട്ടയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുകയല്ലായിരുന്നു. അപ്പമീനുകളെ കയ്യിലെടുത്ത് വെച്ച് അവൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചവനിൽ വർധനവുണ്ടായി. ലാസറിന്റെ കല്ലറവാതിക്കൽ നിന്ന് യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന ശ്രദ്ധേയമാണ്. യഹൂദ നാട്ടിൽ ബഥാനിയിൽ യേശുവിന് പ്രവേശനമില്ലാത്ത കാലം. ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ നീ ബഥാനിയയിലേക്ക് വീണ്ടും പോകരുത്, അപകടമാണ്. അവർ ഇപ്പോൾ തന്നെ നിന്നെ കൊല്ലുവാൻ ആലോചന കഴിച്ചിരിക്കുന്നല്ലോ, അവർ കല്ലെടുത്തെറിയും, നീ പോകരുത്. പക്ഷെ യേശു പറഞ്ഞു, നാം ഇപ്പോൾ അവിടെ പോകേണ്ടത് ആവശ്യമാകുന്നു. എറിയാനും അടിക്കാനും കൊല്ലാനും നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ നടുവിൽ ഒരു കല്ലറയുടെ വാതിക്കൽ നിന്നിട്ട് യേശു കർത്താവ് ഇങ്ങനെയാ പ്രാർത്ഥിച്ചത്, പിതാവേ നീ എൻ്റെ അപേക്ഷ കേൾക്കുന്നതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. എന്നാൽ നീ എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് എൻ്റെ ചുറ്റും നിൽക്കുന്നവർ അറിയേണ്ടതിന് നിന്റെ പ്രാർത്ഥന നിന്നിൽ മാത്രമല്ല വിടുതൽ കൊണ്ടുവരുന്നത്, നിന്റെ ചുറ്റും നിൽക്കുന്നവരെ ഞെട്ടിക്കും, നിന്റെ ചുറ്റും നിൽക്കുന്നവരെ ചിലത് അറിയിക്കും. ഇന്ന് പകൽ ഒരു പ്രവചന ദൂതായി കർത്താവ് നിന്നോട് അറിയിക്കുകയാണ്, നിന്റെ പ്രാർത്ഥന നിനക്ക് മാത്രമുള്ള ഒരു മറുപടി ആയിട്ടല്ല, അത് പലരോടുമുള്ള ഒരു മറുപടി ആയിരിക്കും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിനക്ക് മാത്രമുള്ള മറുപടിയല്ല, അത് പലരോടുമുള്ള ഒരു ഉത്തരമായിരിക്കും, അത് പലരോടുമുള്ള ഒരു മറുപടി ആയിരിക്കും. അത് ആവശ്യമുള്ളവർ, അത് ആഗ്രഹിക്കുന്നവർ ആ കൈകൾ അടിച്ചു കർത്താവിന് നന്ദി പറഞ്ഞേ. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് അത് വീണ്ടും വീണ്ടും പറയാൻ പറയുന്നു, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ കുടുംബത്തിൽ വെളിപ്പെടുമ്പോൾ, അത് നിന്നിൽ വെളിപ്പെടുമ്പോൾ, അത് നിന്നോട് മാത്രമുള്ള മറുപടി ആയിരിക്കില്ല, അത് പലരോടുമുള്ള ഒരു മറുപടി ആയിരിക്കും. ലാസർ ഉയർത്തു കഴിഞ്ഞപ്പോൾ ആർക്കും എറിയണ്ട, ലാസർ ഉയർത്തു കഴിഞ്ഞപ്പോൾ ആർക്കും അവനെ കൊല്ലണ്ട. ലാസർ ഉയർത്തു കഴിഞ്ഞപ്പോൾ കയ്യിൽ കല്ല് കരുതിയവനൊക്കെ പേടിച്ചുപോയി, പലതും ഭയന്നുപോയി. യേശു പ്രാർത്ഥനയിൽ ആരംഭിച്ചു, യേശു പ്രാർത്ഥനയിലൂടെ പ്രവർത്തിച്ചു, അല്ലാതെ മാജിക് ഒന്നും കാണിക്കുകയല്ലായിരുന്നു. ഒരു മാജിക്കും യേശു കാണിച്ചിട്ടില്ല. ഇതെല്ലാം നമുക്ക് മാതൃക കാണിച്ചു തരികയായിരുന്നു. ഗദശമനായുടെ തോട്ടത്തിൽ, ഗത്സമനായിൽ അവൻ പ്രാണവേദനയിലായി. മാനവകുലത്തിന്റെ മുഴുവൻ പാപവും ശാപവും രോഗവും തന്റെ ശരീരത്തിൽ വഹിച്ച് അവൻ പ്രാണവേദനയിലായി. അവിടെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്, അവൻ അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. തനിക്കു തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത,
തൻ്റെ ശരീരത്തിന് വഹിക്കാൻ കഴിയാത്തൊരു ഭാരം, വ്യഥ, വേദന, സ്ട്രെസ് യേശുവിനുണ്ടായി. യേശു അതിനെ ഫേസ് ചെയ്യുന്നത്, യേശു അതിനെ നേരിടുന്നത്, യേശു അതിനെ ഡീൽ ചെയ്യുന്നത് പ്രാർത്ഥനയിലാണ്. ജീസസ്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം എന്നിൽ നിർവഹിക്കണമേ എന്ന് പിതാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനാ നിരതനായ പുത്രനെ ബലപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഗദശമന തോട്ടത്തിൽ ഇറങ്ങി വന്നെങ്കിൽ, ആ ദൈവം ഇന്ന് ഒളിവിലല്ല, ലീവിലല്ല, മോർച്ചറിയിലല്ല, കല്ലറയിലല്ല, ഖബറിലല്ല. Still that God is alive. Pray, pray, pray. At any situation, at any circumstances, pray. എവിടെയെല്ലാമാണ് പ്രാർത്ഥനയിൽ പുത്രൻ നമുക്ക് മാതൃകയായത്? പ്രാർത്ഥനയിലൂടെ അവൻ ആരംഭിച്ചു, പ്രാർത്ഥനയിൽ അവൻ പ്രവർത്തിച്ചു, പ്രാർത്ഥനയിൽ അവൻ പ്രതിസന്ധികളെ ഡീൽ ചെയ്തു. രണ്ട് കള്ളന്മാരുടെ നടുവിൽ ക്രൂശിതനായി കിടക്കുന്ന നമ്മുടെ കർത്താവ് ഏറ്റവും ഒടുവിൽ ക്രൂശിൽ കിടന്നുകൊണ്ട് പിതാവിനോട് പറയുന്നു, എൻ്റെ പിതാവേ, എൻ്റെ ആത്മാവിനെ ഞാൻ തൃക്കൈയിൽ പരമേൽപ്പിക്കുന്നു. പ്രാർത്ഥനയിൽ അങ്ങ് കൊടുത്തതാ, അല്ലാതെ യഹൂദന്മാരങ്ങ് എടുത്തതല്ല. ജീസസ്, ജീസസ്. പ്രാർത്ഥനയിൽ ആരംഭിച്ചവൻ പ്രാർത്ഥനയിൽ അവസാനിപ്പിക്കുക. കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, സകലവും നിവർത്തിയായി. പ്രാർത്ഥനയിൽ ആരംഭിച്ചവൻ പ്രാർത്ഥനയിൽ അവസാനിപ്പിച്ചു. അവൻ അവസാനിച്ചു, പ്രാർത്ഥിച്ചവൻ അവസാനിച്ചു, പ്രാർത്ഥിച്ചവൻ കഴിഞ്ഞു, പ്രാർത്ഥിച്ചവന്റെ ചാപ്റ്റർ ക്ലോസ് ആയി എന്ന് കരുതിയ ഒരു കൂട്ടത്തിന് തെറ്റി. മൂന്നാം ദിനം മരണത്തെ ജയിച്ച് അവൻ കല്ലറയെ ഭേദിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് ഞാൻ ആരോടൊക്കെ ആത്മാവിൽ പ്രവചിക്കുക, പ്രാർത്ഥിക്കുന്ന നിന്നെ തീർത്തു കളയാൻ, പ്രാർത്ഥിക്കുന്ന നിന്നെ അവസാനിപ്പിക്കാൻ, പ്രാർത്ഥിക്കുന്ന നിന്റെ സഭയെ, ശുശ്രൂഷയെ, നിന്റെ ജീവിതത്തെ തകർത്ത് കളയാൻ പിശാചൊരുക്കുന്ന സകല പദ്ധതികളെ, സകല പൈശാചിക പദ്ധതികളെ ഇന്ന് രാമിൻ പകൽ സ്വർഗത്തിലെ ദൈവം തന്റെ ആത്മാവിന്റെ ശക്തിയാൽ വിടുതലാക്കുക. എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ ഒരു വാക്യം അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തി. ശ്രദ്ധയോടെ കേൾക്കാൻ താല്പര്യമുള്ളവർ അതൊന്ന് കേൾക്കണം. അത് എബ്രായർ 5:7, 8, 9 വാക്യങ്ങളാണ്. ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ചെയ്തു. ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു. നസ്രായന്റെ ജീവിത ചരിത്രം മുഴുവൻ ഒരൊറ്റ വാക്കിൽ കൊണ്ടുവന്ന ഈ മനുഷ്യന്റെ ഗ്രേസ് ഭയങ്കര. ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷിച്ചു. പ്രാർത്ഥനയും അഭയാചനയും കഴിച്ചു. ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു. ആ ഉത്തരമാ
ഇന്ന് ഞായറാഴ്ച ഇവിടെ നടക്കുന്ന ആരാധന പൗലോസ് പറയുന്നു, ക്രിസ്തു ഉയർത്തില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമത്രേ. ദൈവസന്നിധിയിൽ അലറിക്കൂവി വിളിച്ചവരുണ്ടോ? ദൈവസന്നിധിയിൽ അലറി നിലവിളിച്ചവരുണ്ടോ? ദൈവസന്നിധിയിൽ കരഞ്ഞവരുണ്ടോ? ദൈവം നിന്നെ ഒരു ഓർമ്മയാക്കി മാറ്റത്തില്ല, ദൈവം നിന്നെ ഒരു ചരിത്രമാക്കി മാറ്റും. പ്രാർത്ഥിക്കുന്നവരുടെ അകത്ത് അസാധാരണമായ ആത്മാവിന്റെ ചലനമുണ്ടാകട്ടെ. കർത്താവിന്റെ പരിശുദ്ധ ആത്മാവ് എനിക്കറിഞ്ഞൂടാ ആരോടോ എന്ന വണ്ണം ദൈവത്തിന്റെ ആത്മാവിനെ അറിയാമല്ലോ അത് ആരോടാന്ന് എനിക്കറിഞ്ഞൂടാ. കർത്താവ് ഇങ്ങനെ പറയുകയാണ്, നിന്റെ വസ്ത്രങ്ങൾ വർദ്ധിച്ചു, നിന്റെ ചെരുപ്പുകൾ വർദ്ധിച്ചു, നിന്റെ ആഭരണങ്ങൾ വർദ്ധിച്ചു, നിന്റെ പണം വർദ്ധിച്ചു, നിന്റെ വാഹനം വർദ്ധിച്ചു, നിനക്കുള്ള പല ഫെസിലിറ്റികളും വർദ്ധിച്ചു. പക്ഷേ നിന്റെ പ്രാർത്ഥനാ ജീവിതം പാടേ കുറഞ്ഞുപോയി. ഡോക്ടർ DGS ദിനകരൻ തൻ്റെ ശുശ്രൂഷയിൽ പറഞ്ഞതായ ഒരു സംഭവം ഞാൻ ഓർക്കുന്നു. അതിനുശേഷം കർത്താവിൻ്റെ ദാസൻ ട്രാൻസ്ലേറ്റ് ചെയ്യും. DGS ദിനകരൻ അങ്കിൾ സിംഗപ്പൂരിൽ ഒരു മീറ്റിങ്ങിന് വേണ്ടി കടന്നു പോകുമ്പോൾ ചാങ്കി എയർപോർട്ടിൽ അദ്ദേഹം ഇറങ്ങിയപ്പോൾ സിംഗപ്പൂരിലെ ഏറ്റവും വലിയൊരു ബിസിനസ്സുകാരൻ, ഒരു മൾട്ടി മില്യനെയർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അതിനേക്കാൾ വലിയ നിലവാരത്തിൽ സാമ്പത്തികമുള്ളൊരു മനുഷ്യൻ, ഒരു രജിസ്റ്റേർഡ് പുതിയ ബെൻസ് കാറിൽ, അന്നത്തെ ഏറ്റവും ടോപ്പ് മോഡൽ ബെൻസ് വണ്ടിയിൽ ദിനകരൻ അങ്കിളിനെ എയർപോർട്ടിൽ കളക്ട് ചെയ്യാൻ വന്നു. ദിനകരൻ അങ്കിൾ ഇതൊന്നും അറിഞ്ഞുകൂടാ. അദ്ദേഹം എയർപോർട്ടിൽ വന്നിറങ്ങി, താനും തൻ്റെ കൂടെയുള്ള സഹോദരങ്ങളും ഈ വാഹനത്തിൽ കയറ്റി. ഈ വണ്ടി ഓടിച്ചിരുന്ന സഹോദരൻ അങ്കിളിൻ്റെ പെട്ടിയൊക്കെ എടുത്ത് ഡിക്കിയിൽ വെച്ചു. ഫ്രണ്ട് സീറ്റിൽ സീറ്റ് ബെൽറ്റ് ഇട്ട് പോകുമ്പോൾ ഈ വണ്ടി ഓടിക്കുന്ന സഹോദരൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അങ്കിളിന് എന്നെ അറിയത്തില്ലെന്ന് എനിക്കറിയാം, പക്ഷെ എൻ്റെ സാക്ഷ്യം ഹോട്ടലിലെത്തുന്നതിന് മുമ്പ് ഞാനൊന്ന് പറയുകയാണ്. ഞാൻ മധുര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചൊരു വ്യക്തിത്വമാണ്. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി പ്രതിസന്ധികൾ ഞാൻ അനുഭവിച്ച ആളാണ്. എന്നാൽ അങ്കിളിൻ്റെ ടെലിവിഷൻ പ്രോഗ്രാമിലൂടെയാണ് ഞാൻ യേശുവിനെ അറിഞ്ഞത്. എൻ്റെ അമ്മ അതിശക്തമായി പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അങ്കിളുടെ എല്ലാ പ്രോഗ്രാമുകളും കാണുകയും മധുരയിൽ എവിടെ പ്രാർത്ഥനയുണ്ടെങ്കിലും തമിഴ്നാട്ടിലുണ്ടെങ്കിലും എൻ്റെ അമ്മ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ചെയ്യുമായിരുന്നു. ഞാനും പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവം എന്നെ അനുഗ്രഹിച്ചു, ദൈവം എന്നെ മാനിച്ചു. ഇന്നെനിക്ക് 100-ലധികം കമ്പനികൾ ബിസിനസ്സുകൾ ഈ സിംഗപ്പൂരിലുണ്ട്. DGS ദിനകരൻ അങ്കിൾ എൻ്റെ സ്പിരിച്വൽ ഫാദറാണ്. ഞാൻ ഇതുവരെ അത് പറഞ്ഞിട്ടില്ല. എന്നെ വിശ്വാസത്തിലേക്ക് നയിച്ചത് അങ്കിളാണ്. അങ്കിൾ പോലും അറിയാതെ അങ്കിളിൻ്റെ പ്രഭാഷണങ്ങളാണ്. അതുകൊണ്ട് DGS ദിനകരൻ അങ്കിൾ വരുന്നത് പ്രമാണിച്ച് ഞാൻ ഈ കാർ ബുക്ക് ചെയ്തതാണ്. ഇത് മറ്റൊന്നിനും വേണ്ടി മേടിച്ചല്ല. ദിസ് ഓണർ, ഇതെൻ്റെ ഒരു ബഹുമാനമാണ്. അങ്കിളിനെ എൻ്റെ പുതിയ വണ്ടിയിൽ എനിക്ക് കൊണ്ടുപോകണം. അതിനുവേണ്ടി ഞാൻ വാങ്ങിയതാണ്. അങ്കിൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഹോട്ടൽ എത്താറായി. ഈ 3 ദിവസവും ദിനകരൻ അങ്കിളിനെ മീറ്റിങ്ങിന് കൊണ്ടുപോകുന്നതും ഡ്രോപ്പ് ചെയ്യുന്നതും തിരിച്ച് ഹോട്ടലിൽ കൊണ്ടുവിടുന്നതും ഞാൻ തന്നെയാണ്. എൻ്റെ ഡ്രൈവർമാരെ 100 കണക്കിന് ഡ്രൈവർമാർ എനിക്കുണ്ട്. അവരൊന്നും ഞാൻ വിളിച്ചിട്ടില്ല, ഞാൻ തന്നെയായിരിക്കും ചെയ്യുന്നത്. അതെനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയൊരു പദവിയാണ്. പക്ഷേ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഹോട്ടൽ ഏകദേശം അടുക്കാറായി. അങ്കിൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഈ 3 ദിവസവും ഞാൻ മീറ്റിങ്ങിന് കൊണ്ടാക്കും, തിരിച്ചു കൊണ്ടുവിടും. അപ്പോഴെപ്പോഴെങ്കിലും എന്നെക്കുറിച്ച് എന്തെങ്കിലും കർത്താവ് അങ്കിളിനോട് സംസാരിക്കുകയാണെങ്കിൽ അങ്കിൾ അതെന്നോടൊന്ന് പേഴ്സണലി പറയണം. നിങ്ങളോടൊക്കെ ദൈവം സംസാരിക്കുമല്ലോ. അങ്കിൾ പറഞ്ഞു, യെസ് ഞാൻ ചെയ്യാം മോനെ, ചെയ്യാം. ഹോട്ടലെത്തി, ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്തു. ഫസ്റ്റ് ഡേ മീറ്റിങ്ങിന് അങ്ങോട്ട് പോകുമ്പോൾ ഈ മനുഷ്യൻ സ്വകാര്യ സംഭാഷണത്തിൻ്റെ ഇടയിൽ ചോദിച്ചു, അങ്കിൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ?
ദൈവം എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? അങ്ങളൊന്നും മിണ്ടിയില്ല. രണ്ടാമത്തെ ദിവസവും ഈ ചോദ്യം ചോദിച്ചു, അങ്ങളൊന്നും മിണ്ടിയില്ല. മൂന്നാമത്തെ ദിവസം ഈ ചോദ്യം ചോദിച്ചു, ഒന്നും മിണ്ടിയില്ല. ഈ മനുഷ്യന് വല്ലാത്ത വിഷമം തോന്നി. ഞങ്ങൾ പ്രാർത്ഥിക്കാഞ്ഞതാണോ? നാലാം ദിനം തിരിച്ച് എയർപോർട്ടിൽ കൊണ്ടുവിടാനായി വണ്ടിയിൽ കയറി യാത്ര ചെയ്യുമ്പോൾ, ഏകദേശം സിംഗപ്പൂർ ഷാങ്കി എയർപോർട്ട് അടുക്കാറായ സമയത്ത് ഈ മനുഷ്യൻ ചോദിച്ചു, അങ്കിളെ 4 ദിവസം എനിക്ക് അങ്കിളിനെ കൂടെ കിട്ടി, ഇനി കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഇതുപോലൊരു സൗകര്യം കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നെക്കുറിച്ച് ദൈവം ഒന്നും സംസാരിച്ചില്ലേ? എന്നെക്കുറിച്ച് കർത്താവ് അങ്കിളിനോടൊന്നും പറഞ്ഞില്ലേ? ദിനകരൻ അങ്കിൾ ആ മനുഷ്യന്റെ കണ്ണയിലോട്ട് നോക്കിയിട്ട് പറഞ്ഞു, ദൈവം നിന്നെക്കുറിച്ച് ഒരു കാര്യം എന്നോട് സംസാരിച്ചു. ഈ മനുഷ്യൻ ഭയങ്കര എക്സൈറ്റഡായി. പെട്ടെന്ന് താൻ ഒരു പാർക്കിംഗ് സ്ലോട്ട് കണ്ടപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ട് വണ്ടി ആ പാർക്കിംഗ് സ്ലോട്ടിലോട്ട് ഒതുക്കി നിർത്തി. വളരെ എക്സൈറ്റഡായി ആകാംക്ഷയോടെ ചോദിച്ചു, ദൈവപുരുഷനെ, എന്താണ് എന്നെക്കുറിച്ച് ദൈവം പറഞ്ഞത്? ദിനകരനങ്ങൾ പറഞ്ഞു, എൻ്റെ ദൈവം നിന്നെ ഭയങ്കരമായി അനുഗ്രഹിച്ചു. നീ ശക്തമായി പ്രാർത്ഥിക്കുന്ന ഒരു മകനായിരുന്നു. നീ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുമായിരുന്നു, നീ ഉപവസിക്കുമായിരുന്നു. നീ പ്രാർത്ഥിക്കാതെ നിന്റെ ഒരു ദിവസം നീ ആരംഭിക്കില്ലായിരുന്നു. എന്നാൽ ദൈവം എന്നോട് പറഞ്ഞു, കഴിഞ്ഞ 1.5 വർഷമായി നിന്റെ ബിസിനസ്സുകൾ വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ പലതവണ നിന്നോട് സംസാരിക്കാൻ, നിന്നോട് മിണ്ടാൻ നിന്റെ ബെഡ്റൂമിൽ യേശു വന്നു. പക്ഷെ നീ തിരക്കിലായിരുന്നു. പലതവണ നിന്റെ ഓഫീസ് ക്യാബിനിൽ നിന്റെ ചെയറിനപ്പുറത്തായി യേശു വന്നിരുന്നു. അപ്പോൾ നീ ലാപ്ടോപ്പിലായിരുന്നു. പലതവണ നിന്റെ കാറിനകത്ത് യേശു വന്നിരുന്നു. നീ അവനോട് മിണ്ടുന്നത് കേൾക്കാൻ. അപ്പോൾ നീ ഫോണിലായിരുന്നു. കഴിഞ്ഞ 1.5 വർഷമായി യേശുവിന് നിന്നോട് സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ടും നീ യേശുവിനോട് മിണ്ടാത്തത് കൊണ്ടും അവൻ സങ്കടത്തിലാണ് മോനെ എന്ന് പറഞ്ഞപ്പോൾ ആ കാറിലിരുന്ന് അവൻ പൊട്ടിക്കരഞ്ഞു. പൊട്ടിക്കരഞ്ഞിട്ട് അങ്കിളിന്റെ കൈയെടുത്ത് തലയിലോട്ട് വെപ്പിച്ചിട്ട് പറഞ്ഞു, വേറൊന്നും എനിക്ക് വേണ്ട. നഷ്ടപ്പെട്ടു പോയ എൻ്റെ പ്രാർത്ഥനാ ജീവിതം, എൻ്റെ യേശുവിനോടുള്ള ബന്ധം എനിക്ക് തിരികെ തരാൻ അങ്കിൾ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം. Thank you, Holy Spirit. Mark 1:35, we find Jesus rose up early in the morning and he prepared himself for prayer. He went out, he departed to a solitary place and he prayed there. And as the pastor said, we need to prepare ourselves and we need to set apart time and we need to move to a place, a solitary place, so that we can pray. And the disciples are searching for Jesus. That means Jesus is alone and the disciples are not with him while he was praying. And they said, everyone is looking for you, a crowd is waiting for you. And as the pastor said, if you seek God, people will seek you. If you seek God's face, people will seek your face. That's what the Lord says to us today. And the Lord says Ernakulam Church needs such people who connects with God in prayer. Our Kerala state needs such people who will connect with God in prayer. Our nation needs such prayer warriors. Only through them God can do mighty things for this nation. And we find on Mount Sinai, Moses was connecting with God, and after his prayer, after he came out, his face was glowing with the glory of the Lord. And if you want to have such a glorious life, you need to connect with the Lord in prayer. And when Jesus was praying, we find Jesus praying right from the beginning of his ministry. Jesus did his ministry in prayer. He started his ministry in prayer. We find Jesus praying soon after the baptism, and we find the Holy Spirit coming upon him, the heaven being opened, and the Father Lord speaking. As the pastor said, we find a frame there. We find the heaven being opened. We find the Father speaking. We
we find the Holy Spirit coming down, and we find the Son of God praying down there. If you want to have a heaven opened above you, if you want to have a heaven opened above your house, if you want to have the fellowship of the triune God in your life, the Lord says, kneel down in prayer. Heaven will open, the place of treasury will open, and the triune God will descend upon you and will have a fellowship with you. We need to have prayer in your life. We need to have prayer in our life. And before ministry, Jesus prayed. He did not start his ministry offhanded, but he started his ministry saturating himself in prayer. And we find throughout the ministry in big miracles, we didn't find Jesus doing any magic, but Jesus looked to the Father in prayer, broke the bread and gave to the people. The miracles were done on the context of prayer. And before terrible situations, horrible situations, when all the people were oppressing and taking stones to pelt at him, we find Jesus Christ praying. He faced all the opposition in prayer. Today, this is the message for all of us. We cannot deal the problems with the human ability. We need to deal with the opposition and the problems in prayer. The people were trying to stone at him. He looked unto the Heavenly Father, and he prayed this prayer: Lord, Heavenly Father, may do a miracle, bring this man out of the Hades, so that all the people around me may see and glorify the Lord. And the message today for all of us is that if you pray, the Lord not only will answer your prayer, but he will make that prayer manifested to the people around you, and they will see that the Lord is with you, and your Lord is a prayer answering God. Somebody shout hallelujah to the Lord. And we find at the most difficult situation, in great agony, he was praying, and he was sweating profusely. He was praying in the Garden of Gethsemane, and we find that Jesus is praying there in that difficult situation. When he was undergoing the most agony in his life, he was praying, and we find he got the angelic assistance. Angel came down and empowered, and the Lord says that if you pray in your most difficult situation, you will receive the angelic assistance and empowerment. Somebody shout hallelujah to the Lord. And we finally find Jesus on the cross. He prays. He says that I commit my life unto you, O Father. And as the pastor said, Jews did not take his life. Jesus gave up his life. What a beautiful statement. And at last he says, it is finished. All the task which the Lord gave him was finished, just because of the fact that he started in prayer. He continued his ministry in prayer. In the difficult situations he prayed, and at last in prayer he gave his life. And people thought that Jesus is all over, the prayer man is all over. But on the third day, Jesus Christ resurrected. And as the pastor said, if you pray, people may think that you are over. No, it's not all over. You will have a resurrection in your life, and you will come out as victorious and triumphant. Hebrews 5:7-9. Paul gives a very precise, one-verse precise summary of the earthly life of Jesus. In the days of his flesh, when he had offered up prayers and supplication with vehement cries and tears, he was able to save him from the death, and was heard because of godly fear. And a beautiful illustration, a story, real life story of a man. While DGS Dinagaran uncle was going to Singapore, a multi-millionaire came to drop him into the hotel, and there this man talked with Dinagaran uncle and said, you are my spiritual father, because I saw in my life I was seeing continuously seeing your TV programs, and
my mother was a prayer woman, and I prayed for a long time, getting the strength from the ministry which you did. And he said, now I have 100+ companies, and I have brought this new car, new Benz car, brand new, just because of the fact that I wanted to honor you through that, and I am driving it to drop you. And he said, please pray for me. I want to hear God's voice from you. And the first day, second day, third day, nothing happened, no word came. And finally, this Dinagaran uncle said one thing: the Lord blessed you. You were from a very humble background, and the Lord increased you, and you are a multi-millionaire now. And the Lord, for the past 1.5 years, was watching you. He wanted to talk with you. He came to your bedroom, but you were very busy. He came to your office, but you were very busy. He wanted to talk to you while you were in car, but you were on the phone. And the Lord says he is very sad. And as the pastor said, everything increased, facilities increased, money increased, everything increased. But the Lord is asking, did your prayer life increase, or has it gone down? And this man sitting inside the car, he began to weep, and he took hands of this man of God and put on his head and said, I don't want any other impartation, but I want one thing. I want an increase, a multiplication in my prayer life. And the Lord is telling to all of us today, do you want that manifold increase in your prayer life? I take that message. Lord, I want an increase in my prayer life. I receive it, Lord. Amen. Amen. Glory to God. Hallelujah. Glory to God. Hallelujah. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിൽ ആരംഭിച്ച യേശു, പ്രാർത്ഥനയിൽ പ്രവർത്തിച്ച യേശു, പ്രാർത്ഥനയിൽ വ്യഥകളെ നേരിട്ട യേശു, പ്രാർത്ഥനയിൽ ആത്മാവിനെ ഭരമേൽപ്പിച്ചു കൊടുത്ത യേശു, ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവ്. You know, still now he is praying. ഇപ്പോഴും യേശു പ്രാർത്ഥനയിലാണ്. നിങ്ങളെല്ലാവരുടെ യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ എന്ന് പറയുമ്പോൾ, പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് കോടാകോടി ജനങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും യേശു അപേക്ഷിക്കുകയാണ്, യേശു പ്രാർത്ഥിക്കുകയാണ്. ഓ ജീസസ്. അതാണ് റോമർ 8:34 ബൈബിൾ പറയുന്നത്, ക്രിസ്തു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ, അവൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാതം കഴിക്കുകയും ചെയ്യുന്നു. പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇപ്പോഴും യേശു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന നിരതനായി നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, 1 തിമോത്തി 2:5-6 വാക്യങ്ങളിൽ പറയുന്നു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, അതെല്ലാവർക്കും വേണ്ടി ജീവനെ മറുവിലയായി കൊടുത്ത ക്രിസ്തു തന്നെ. There is only one mediator, not many mediators. There is only one mediator. His name is Jesus Christ. ഹല്ലേലൂയ. ഒരുപാട് മധ്യസ്ഥന്മാരില്ല, ഒത്തിരി മധ്യസ്ഥന്മാരില്ല. ബൈബിൾ പറയുന്നു ദൈവം ഒരുവനേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒറ്റയൊരാളേ ഉള്ളൂ. അത് 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നമുക്ക് വേണ്ടി ജീവനെ മറുവിലയായി തന്ന യേശു ക്രിസ്തു തന്നെ. ഹല്ലേലൂയ. Still he is praying for you. ഞാൻ എൻ്റെ മെസ്സേജിൻ്റെ അതിപ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്ക് കയറുകയാണ്. അത് പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള നേരമേ എൻ്റെ മുൻപിലുള്ളൂ. വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ കയറി വരികയാണ്. വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ട് പാടട്ടെ. ജീവിതത്തിൽ ഏതെങ്കിലും പ്രതിസന്ധികളെ ഫേസ് ചെയ്യുന്ന ഒരു ഇതിനകത്തുണ്ടോ? നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. എന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നു കഴിയുമ്പോൾ ആ സുഖ സമയത്ത് നിങ്ങൾ പാട്ട് പാടട്ടെ.
ഹബക്കൂക്ക് എന്ന പ്രവാചകൻ തന്റെ പ്രവചന പുസ്തകത്തിന്റെ 1-ാം അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവേ, നീ എൻ്റെ അപേക്ഷ കേൾക്കാത്തത് എന്തുകൊണ്ടാണ്? നീ ദുഷ്ടന്റെ ദോഷം കണക്കിടാത്തത് എന്തുകൊണ്ടാണ്? ദൈവമേ, നീ മൗനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? 1-ാം അധ്യായത്തിൽ ഹബക്കൂക്ക് പറയുന്നത് ദൈവം മിണ്ടുന്നില്ല, പ്രവർത്തിക്കുന്നില്ല, അനങ്ങുന്നില്ലെന്നാണ്. എന്നാൽ 2-ാം അധ്യായം തുടങ്ങുന്നത് യഹോവ എനിക്കുത്തരം അരുളിയത് എന്നുള്ള വാക്യം കൊണ്ടാണ്. 2-ാമത്തെ വാക്യം ഹബക്കൂക്ക് 2:2 പറയുന്ന യഹോവ എന്നോട് ഉത്തരം അരുളിയത്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതുവരെ മിണ്ടാതിരുന്ന ദൈവം, ഇതുവരെ സംസാരിക്കാതിരുന്ന ദൈവം, ഇതുവരെ ചലിക്കാതിരുന്ന ദൈവം സംസാരിക്കാൻ തുടങ്ങുന്നതാണ്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഹബക്കൂക്ക് വിഭ്രമരാഗത്തിൽ സ്തോത്രം ഒരു ഗാനം എഴുതിയതാണ്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആരാധന വെളിപ്പെടുകയാണ്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രാർത്ഥനാ ഗീതം തന്നെ ഹബക്കൂക്ക് പാടുകയാണ്. അവൻ എൻ്റെ കാലുകളെ പേടമാൻ പോലെ കാലുപോലെയാക്കുന്നു, അവൻ എന്നെ ഉന്നത ഗിരികളിലേക്ക് നടത്തുന്നു എന്ന് അതിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്യങ്ങളിൽ വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ദൈവം മിണ്ടാതിരിക്കുന്ന ഒരു 1-ാം അധ്യായമുണ്ടെങ്കിൽ ദൈവം ഉത്തരം തരുന്ന ഒരു 2-ാം അധ്യായമുണ്ട്. ഈ ദൈവികമായ മറുപടിയുടെ 2-ാം അധ്യായം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ നീ നൃത്തം ചെയ്ത് ആരാധിക്കുന്ന ഒരു 3-ാം അധ്യായം നിന്റെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തും. ഞാൻ ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയ മക്കളോട്, എൻ്റെ സഹോദരങ്ങളോട്, ദൈവമക്കളോട് ആത്മാവിൽ വിളിച്ചു പറയുന്നു, നീ ഒരു 3-ാം ചാപ്റ്ററിലോട്ട് കയറുകയാണ്. നിന്റെ ഭവനത്തിൽ ആരാധന വെളിപ്പെടുകയാണ്. ആനന്ദത്തിന്റെ ഘോഷം, ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നിന്റെ കൂടാരത്തിൽ ഉണ്ടാകാൻ പോകുകയാണ്. അനവധിയായ നിന്റെ പ്രാർത്ഥനകളുടെ മറുപടികൾ, അനവധിയായ ഉത്തരങ്ങൾ പരിശുദ്ധാത്മാവ് നിനക്ക് നൽകി തരികയാണ്. നിന്റെ വീട് രക്ഷയുടെ സന്തോഷം കൊണ്ട് നിറയുകയാണ്. നിന്റെ ഭവനത്തിനകത്ത് പ്രാർത്ഥിക്കാത്തവർ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ബൈബിൾ വായിക്കാത്തവർ വായിക്കാൻ പോവുകയാണ്. ആരാധന ഇഷ്ടമല്ലാത്തവർ ആരാധിക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് അവനോട് ക്ഷമിക്കും. പറഞ്ഞേ, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന രോഗസൗഖ്യം കൊണ്ടുവരും, രോഗിയെ രക്ഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഇന്ന് ഒത്തിരി രോഗികൾ ഇവിടെ സൗഖ്യമാകണം. ഞാൻ വിശ്വാസത്തോടെ ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഒത്തിരി ദീനക്കാർ, ഒത്തിരി ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഇന്ന് ഈ ഹോളിനകത്ത് അത്ഭുതകരമായ സൗഖ്യങ്ങളുടെ അനുഭവസ്ഥരാക്കി കർത്താവ് തീർക്കട്ടെ. ഓ സഹോദരിമാരിലും സഹോദരന്മാരിലും ഒക്കെ ഇന്ന് ഹീലിംഗ് ഉണ്ടാകട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നീ ആരോടും പറയാതെ നിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന നിന്റെ ചില ശാരീരിക ബുദ്ധിമുട്ടുകളെ ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ വചനത്തെ അയച്ച് യേശുക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ, പ്രാർത്ഥനയുടെ ശക്തിയാൽ, ക്രൂശിന്റെ ബലത്താൽ ഇപ്പോൾ സൗഖ്യമാകുകയാണ്. പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. അതുകൊണ്ടാണ് നിരീശ്വരവാദിയായ ഡോക്ടർ പോലും, ദൈവമായിട്ടൊരു ബന്ധമില്ലാത്ത നല്ലൊരു ഡോക്ടർ പോലും ഏറ്റവും അവസാനം പറയുന്നത്, ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു, ഇനി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. ജീസസ്. ഈ പ്രാർത്ഥനയിൽ സൗഖ്യമുണ്ടെന്ന് അറിഞ്ഞോ അറിയാതെയോ ആർക്കൊക്കെയോ അറിയാം. അത് വിശ്വാസിക്കും അറിയാം, അവിശ്വാസിക്കും അറിയാം.
അവരറിഞ്ഞു വെച്ചുകൊണ്ട് പറയുന്നതല്ല, പഠിച്ചിട്ട് പറഞ്ഞതും അല്ല, അനുഭവത്തിൽ നിന്ന് പറയുന്നില്ല. എങ്ങനെയോ അവർക്കറിയാം പ്രാർത്ഥനയിൽ സൗഖ്യമുണ്ടെന്ന്. ബൈബിൾ നമുക്ക് തരുന്ന ഉറപ്പാണ് വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന. രോഗങ്ങൾ വിവിധ നിലകളിൽ ഉണ്ടാകാം. പാരമ്പര്യമായ രോഗങ്ങൾ ഉണ്ടാകാം, കാലാവസ്ഥാ വ്യതിയാനം മൂലം രോഗങ്ങൾ ഉണ്ടാകാം, ഭക്ഷണക്രമങ്ങൾ തെറ്റായി ചെയ്തതുകൊണ്ട് രോഗങ്ങൾ ഉണ്ടാകാം, പൈശാചികമായ രോഗങ്ങൾ ഉണ്ടാകാം. എന്നാൽ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചാൽ രോഗികൾക്ക് കർത്താവ് സൗഖ്യം കൊടുക്കും. എല്ലാ കേസിലുമല്ല. എനിക്ക് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. പക്ഷെ അതിനകത്തും ഞാനൊരു സത്യം പറയാം. ഈ എന്തോ എനിക്ക് ഇതിനകത്ത് കയറി കണക്ട് ആയെന്ന് എനിക്ക് അറിഞ്ഞൂടാ ജോയ് സാറേ. ഇത് ഇങ്ങനെ കയറി കണക്ട് ആകുമ്പോൾ എനിക്കറിയാം ഇത് ആരോടോ ഉള്ള ദൂതാണ്. എൻ്റെ പ്രസംഗത്തിൽ നിന്നൊരു സാധനം എൻ്റെ ടോപ്പിക്കിൽ നിന്ന് വെളിയിലോട്ട് ചാടുമ്പോൾ എനിക്കറിയാം ഈ പന്ത് ഏതോ ഗോൾ പോസ്റ്റ് ലക്ഷ്യമാക്കി പോന്നതാണ്. അത് അവരങ്ങ് സ്വീകരിച്ചോണം. അമ്മയുടെ ഉദരം മുതൽ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ യോഹന്നാൻ 9 യേശു കർത്താവ് ആ വഴി നടന്നു പോകുമ്പോൾ അവർ കണ്ടു. ശിഷ്യന്മാർ ചോദിക്കുന്നു, ഗുരു, ഇവൻ ഇങ്ങനെ കുരുടനായി പിറക്കത്തക്കവണ്ണം ആര് പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. യേശു അതിനുത്തരം പറഞ്ഞത്, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്ര. കാരണം യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു ഒരു തളർവാദ രോഗിയെ സൗഖ്യമാക്കിയിട്ട് അവനെ പിന്നെ പള്ളി വെച്ച് കണ്ടു, ദേവാലയത്തിൽ വെച്ച് കണ്ടു. ദേവാലയത്തിൽ വെച്ച് കണ്ടിട്ട് അവനോട് പറയുന്നൊരു വാക്കുണ്ട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, ഇനി അധികം തിന്മയായത് വരാതിരിക്കാൻ നീ മേലിൽ പാപം ചെയ്യരുത്. അപ്പൊ ഇത് കൂടെ നിന്ന് ശിഷ്യന്മാര് കേട്ടതാ. അതുകൊണ്ടാണ് 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചത്, ഗുരു, ഇവൻ ഇങ്ങനെ കുരുടനായി പിറക്കത്തക്കവണ്ണം ആര് പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ ചെയ്ത പാപമാണോ? ഞാൻ അനുഭവിക്കുന്ന ഈ പ്രശ്നം ആരുടെയെങ്കിലും ശാപമാണോ? ചോദ്യമുണ്ട്. ഇതിനകത്തിരിക്കുന്ന ആരോ ചോദിക്കുന്നുണ്ട്, ഈ ഓൺലൈനിൽ കാണുന്ന ആരോ ഇത് ചോദിക്കുന്നുണ്ട്. എനിക്കറിയാം, അല്ലെങ്കിൽ ഈ സബ്ജക്റ്റ് വരികയില്ല. ഞാൻ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധി എൻ്റെ അപ്പന്മാർ ചെയ്തതിൻ്റെ കുറവാണോ, അതോ ഞാൻ വ്യക്തിപരമായി ചെയ്ത തെറ്റുകൾ കൊണ്ടാണോ? എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ഉപവസിച്ചിട്ടും എത്ര പാടിയിട്ടും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടും ഞാൻ ഗതി പിടിക്കാതെ കിടക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയുണ്ടാകാത്തത് ആര് ചെയ്ത തെറ്റാണ്? ആരുടെ കുറവ് കൊണ്ടാണ്? എന്തുകൊണ്ട്? ശിഷ്യന്മാർ ചോദിച്ചത് ഇതാണ്, എന്തുകൊണ്ട് ഇവൻ കുരുടനായി? ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തത് കൊണ്ടാണോ? വാട്ട് ഈസ് ദ റീസൺ? എന്തുകൊണ്ട് ഇവൻ കുരുടനായി എന്ന് ചോദിച്ചതിന് യേശു ഉത്തരം പറഞ്ഞത്, എന്തിനു വേണ്ടി ഇവൻ കുരുടനായി. നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്ന പലതിനും ഉത്തരം കിട്ടുകയില്ല. ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് ആ മനുഷ്യൻ അങ്ങനെ സംഭവിച്ചു? ഇത്രയും പ്രാർത്ഥിക്കുന്ന ആ കുടുംബത്തിന് എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി? എന്തുകൊണ്ടാണ് എൻ്റെ പിള്ളേർക്ക് മാത്രം ഗതിയില്ലാത്ത? എന്തുകൊണ്ട് എന്നുള്ളതിന് തലയും കുത്തി നിന്നാലും ചിലപ്പോൾ ഉത്തരം കിട്ടുകയില്ല. എന്തിനു വേണ്ടി? അതെന്തിനോ വേണ്ടിയാണ്. അതെന്തിനോ, അതിനകത്ത് എന്തോ ഒരു പദ്ധതിയുണ്ട്. ഇത് നിന്നോടുള്ള ഒരു പ്രൊഫസിയാണ്. അതെന്തിനോ വേണ്ടിയാണ്. ശിഷ്യന്മാർ പറയുന്ന, ഗുരു, ലാസർ ദീനമായി കിടക്കുന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ലാസർ വെന്റിലേറ്ററിലാണ്. വെന്റിലേറ്റർ ഓഫ് ചെയ്താൽ ലാസർ പോവും. ആ നിലയിൽ ഒരു ഇൻഫർമേഷനാണ്. ദീനം കടുത്തിരിക്കുന്നു, ലാസർ മരിക്കും. യേശു പറയുന്നു, ഈ ദീനം മരണത്തിനല്ല,
ഈ ദിനം മരണത്തിനല്ല, മരണത്തിനപ്പുറമായൊരു പദ്ധതി ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഞാനിന്ന് നിങ്ങളുടെ തലയെ കൈവച്ച്, എനിക്ക് വരാൻ പറ്റുന്നില്ല, പക്ഷെ കൈവച്ച് പ്രവചിക്കുകയാണ്, നീ ഇന്ന് ഫേസ് ചെയ്യുന്ന ഈ വിഷയത്തിന്റെ പിറകിൽ നിനക്കറിഞ്ഞൂടാത്ത ഒരു വലിയ പദ്ധതി ദൈവത്തിന്, ഭയങ്കര ഒരു പ്രോജക്റ്റ്, ഭയങ്കര ഒരു പ്ലാൻ ഇതിന്റെ പുറകിൽ മറഞ്ഞിരിപ്പുണ്ട്. അത് ഈ ദിവസങ്ങളിൽ നീ കാണാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ അത് വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. തിരിഞ്ഞു നിന്ന് നോക്കുമ്പോൾ ഇത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു, ഇത് മുഴുവൻ ദൈവത്തിന്റെ സ്ക്രിപ്റ്റ് ആയിരുന്നു, ഇത് ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു എന്ന് പറയത്തക്ക നിലകളിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകും. എന്തുകൊണ്ട് കുരുടനായി? എന്തുകൊണ്ട് കുരുടനായി? എന്തുകൊണ്ട് കുരുടനായി? ഉത്തരം കിട്ടുകയില്ല. യേശു പറയുന്നു, എന്തിനു വേണ്ടി കുരുടനായി? ഇവനെങ്കിൽ ഇവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തത് കൊണ്ടല്ല, ദൈവപ്രവൃത്തി ഇവനിൽ വെളിവാകേണ്ടതിനത്ര. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുവിൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അതൊരു വലിയ കാര്യമാണ് കേട്ടോ. ഈ നിങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒത്തിരി ഭാരങ്ങളും വേദനകളും വ്യഥകളും വിഷമങ്ങളും കുറവുകളും ഒക്കെ ഉണ്ട്. ഒരു കുറവും ഇല്ലാത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളായിരുന്നു ഇവിടുത്തെ ദൈവം. നമ്മളിലെല്ലാം ഒത്തിരി കുറവുണ്ട്, ഒത്തിരി കുഴപ്പങ്ങളുണ്ട്. ഇപ്പൊ കൊണ്ടുപോയി പിടിച്ചുകൊണ്ടുപോയി ഒരു സ്കാനിങ്ങും കുറച്ച് ബ്ലഡ് ടെസ്റ്റും ഒരു കുഴപ്പമില്ലായിരുന്ന ഒരു കുറേ സംഭവങ്ങൾ ചുമ്മാ കൊണ്ട് ചെയ്തു നോക്കി, എന്തെങ്കിലുമൊക്കെ കാണും. ആരും മിണ്ടുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷെ കർത്താവ് അത്ഭുതകരമായി നടത്തുന്നു. ഇത് നമ്മൾ അറിയുന്ന പോലുമില്ല. പക്ഷേ ഇവിടെ മറ്റൊരു മേഖലയുണ്ട്. ഈ നമ്മുടെ ജീവിതത്തിൽ വന്ന കുറവുകൾ, വീഴ്ചകൾ, അകൃത്യങ്ങൾ, പാപങ്ങൾ നമുക്കൊരാളോടൊന്ന് തുറന്ന് പറയാനുണ്ടെങ്കിൽ അതൊരു വലിയ റിലീഫാണ്. പക്ഷെ എന്ത് ചെയ്യാം? നമ്മുടെ രഹസ്യങ്ങളൊന്നും എല്ലാവരോടും പറയാൻ പറ്റുകയില്ല. അത് പിന്നെ പരസ്യമായ രഹസ്യമാവും. യു അണ്ടർസ്റ്റാൻഡ് മീ? പക്ഷേ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ഏറ്റുപറച്ചിലുകളിൽ ഇവരെ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ഒക്കൾട്ടി സ്പിരിറ്റ് പൊട്ടും. നിഗൂഢത, പലരുടെ അകത്ത് നിഗൂഢതകൾ നിൽപ്പുണ്ട്. ആരോടും പറയാതെ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. അതിങ്ങനെ വിങ്ങുന്നുണ്ട്, അതിങ്ങനെ വേദനിപ്പിക്കുന്നുണ്ട്, അതിനെ പിശാച് നല്ലോണം മുതലാക്കുന്നുമുണ്ട്. ഇവിടെ ഒരു ഏറ്റുപറച്ചിലിൻ്റെ ആവശ്യമുണ്ട്. ഏറ്റുപറയുക, പാപങ്ങളെ തമ്മിൽ ഏറ്റുപറയുക. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുക. ബ്രദർ എന്നോട് ഇത് പറഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ പിടി പൊട്ടി, ആ നിഗൂഢത പൊട്ടി, ആ ഒക്കൾട്ടി തിങ് പൊട്ടി. ഇനി കർത്താവിൻ്റെ കരം ഇതിൻ്റെ മേൽ വരണം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഇങ്ങനെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആ നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ഭയങ്കരമായിട്ട് ഫലിക്കും. ഓ ജീസസ്, അത് ഭയങ്കര, ഞാൻ ഇങ്ങനെ പറയട്ടെ, ഫലം ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണ്. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഉപദേശം ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ തന്നു എന്നേ ഉള്ളൂ. എന്നിട്ട് പ്രധാന മേഖലയിലേക്ക് വരികയാണ്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു.
മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. ഇന്ന് വരെ, ഈ നിമിഷം വരെ ഒരു ഞെട്ടലോടുകൂടെ അല്ലാതെ ഞാൻ ഈ ഭാഗം വായിച്ചിട്ടില്ല. നിങ്ങൾക്ക് ആർക്കും ഇല്ലേലും. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നെന്ന്. എന്നെ പോലെ നിങ്ങളെ പോലെ ഒരു സാധാരണ ആളായിരുന്നു. നമ്മുടെയൊക്കെ ക്യാരക്ടറും ഏലിയാവിൻ്റെ ക്യാരക്ടറും ഒരുപോലായിരുന്നു. നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു ഏലിയാവ്. ഏലിയാവിൻ്റെ ചരിത്രം വായിച്ചവനും പഠിച്ചവനും ഇത് കേട്ടാൽ ഞെട്ടും. രാജാക്കന്മാരുടെ പുസ്തകം 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിലാണ് ഏലിയാവിൻ്റെ രംഗപ്രവേശനം, എൻട്രി. എന്നാൽ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുക എന്ന് പറഞ്ഞു. ഏലിയാവ് വാതുറന്ന് ആഹാബിനോട് പറയുന്നു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. കാരണം ഞാൻ സേവിച്ചിരുന്നതല്ല, സേവിച്ച് കുഴഞ്ഞതല്ല, സ്റ്റിൽ നൗ. ആഹാബേ, ഞാൻ നിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും, ഞാൻ നിന്നോട് ഈ ദൂത് പറയുമ്പോഴും എൻ്റെ ദൈവവുമായിട്ട് എനിക്കൊരു പേഴ്സണൽ കണക്ഷൻ ഉണ്ട്. ദൈവവുമായിട്ടുള്ള എൻ്റെ പേഴ്സണൽ കണക്ഷനാണ് നിന്റെ മുമ്പിൽ നിൽക്കാനുള്ള തൻ്റെ ഇടം എനിക്ക് ലഭിച്ചത്. ഇന്ന് പകൽ ദൈവത്തോട് വ്യക്തിപരമായ ബന്ധമുള്ളവൻ ഒരാഹാബിനെയും ഒരു ഇസബേലിനെയും ഭയക്കുന്നവനല്ല. അവൻ പ്രാർത്ഥനയിൽ ശക്തിയാർജിച്ചവനാണ്. അവനൊന്നിനെയും ഭയക്കുകയല്ല. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായി തീരുന്നു അവിടെ. 2, ഞാൻ പറഞ്ഞിട്ടല്ലാതെ എൻ്റെ വാക്കിനെ, പ്രാർത്ഥിക്കുന്നവൻ്റെ വാക്കിനെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് ഇത്രാം തീയതി ഞാൻ പൈസ തന്നിരിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നവൻ പറഞ്ഞാൽ ദൈവം അതിനുള്ള വഴി അവൻ്റെ മുമ്പിൽ തുറക്കും. എൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം ഇങ്ങനെ മാനിക്കും, എൻ്റെ മക്കളുടെ സ്ഥിതിയെ ദൈവം ഈ നിലകളിൽ എത്തിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നവൻ പറഞ്ഞാൽ ആ വാക്കിനെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ പറഞ്ഞ, മനുഷ്യരോട് പറഞ്ഞ ചില വാക്കുകളെ ദൈവം അടിവരയിട്ട് ഉറപ്പിക്കുന്ന ദിവസങ്ങൾ നിന്റെ മുൻപിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുകയാണ്. ഏലിയാവ് എവിടെയാ എനിക്ക് സമസ്വഭാവമുള്ളവനാകുന്നത്? ദൈവത്തോടുള്ള ബന്ധത്തിൽ, പ്രാർത്ഥനയിൽ, വിശ്വാസത്തിൽ. ഞാൻ പറഞ്ഞാൽ അത് പറഞ്ഞ പോലെ ചെയ്യുന്നൊരു ദൈവമുണ്ട്. നിങ്ങൾക്കറിയാം, ഇതോടെ പറഞ്ഞ് ഞാൻ ആ ഭാഗത്ത് നിന്ന് മാറുക. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം വരുന്നു. ഈ ആഹാബും ഇസബേലും അശേര പ്രതിഷ്ഠകളും എല്ലാം കൂടെ ചേർന്ന് ഏലിയാവിനെ കർമ്മേലിന്റെ മലമുകളിൽ വെല്ലുവിളിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ബാലാണോ ദൈവം, യഹോവയാണോ ദൈവം എന്ന് തെളിയിക്കണം. ഇസ്രായേലിൽ ഒറ്റ ദൈവമേ ഉള്ളൂ. ഇസബേലും അശേര പ്രതിഷ്ഠകളും ആഹാബും പറയുന്നു, ബാലിന്റെ ആൾക്കാർ പറയുന്നു ദൈവം ബാലാണ്. പക്ഷെ ഏലിയാവ് എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യൻ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് പറയുന്നു, there is only one God in Israel, that is Elohim, Yahweh. Hallelujah. അപ്പോൾ 850 പേരുടെ ഒരു സംഘം കർമ്മേലിന്റെ മലമുകളിൽ വരികയാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് ഈ തിരുവെഴുത്തുകളെ വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് പറയുകയാണ്. ബാലിന് തീയിറക്കാൻ പറ്റുകയില്ലെങ്കിൽ
ബാലിന് പൈശാചിക ശക്തികൾക്ക് പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ ചില മാജിക്കുകൾ പോലെ ചില സംഗതികളൊക്കെ, ചില തട്ടിപ്പുകളൊക്കെ കാണിക്കാൻ പറ്റുകയില്ലെങ്കിൽ ഒരിക്കലും ഈ തൻ്റെ ഇടം ഇസബേലിനും ആഹാബിനും ഉണ്ടാകുകയില്ല. പൈശാചിക ശക്തിക്കും ചിലതൊക്കെ ചെയ്യാൻ പറ്റും. ഈ തൻ്റെ ഇടത്തിലാണ് കർമ്മേലിന്റെ മലമുകളിൽ ഏലിയാവിനെ വെല്ലുവിളിക്കുന്നത്. ഇവർ 853 പേരുണ്ട്. ബാലിന്റെ അശേരയുടെ ദേവന്മാരും അവരുടെ ശുശ്രൂഷകരും ആഹാബും ഇസബേലും കൂടെ കൂട്ടി. പക്ഷെ ഏലിയാവ് ഒറ്റ ഒരുത്തനേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്കൊരു സത്യം അറിയാവോ? ബാലേ വാ, ബാലേ വാ എന്ന് പറഞ്ഞ് യാഗപീഠം കൂട്ടി ബാലിന് ബലി കൊടുത്ത് തലങ്ങും വിലങ്ങും നിന്ന് 800 എണ്ണം കരഞ്ഞിട്ടും പ്രാർത്ഥിച്ചിട്ടും ബാലിന് അനങ്ങാൻ പറ്റുന്നില്ല. 850 എണ്ണം പൈശാചിക ശക്തികളെ, ദേവന്മാരെ വിളിച്ചിട്ട് അതിന് ചലിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? ജീവനുള്ള ദൈവത്തെ സേവിക്കുന്ന ഒരുത്തൻ അവിടെ മുഴങ്കാലിരിക്കുക. നീ ഒരെണ്ണം വീട്ടിൽ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്നാൽ, നീ ഒരുത്തൻ മുഴങ്കാലിൽ ഇരുന്നാൽ, നീ ഒരുത്തൻ കരം ഉയർത്തി പിടിച്ചാൽ, നീ ഒരുത്തൻ ദൈവത്തെ സ്തുതിച്ചാൽ, ആമേൻ, നിന്റെ ഭവനത്തിലല്ല, നിന്റെ ഭവനത്തിന്റെ പരിസരങ്ങളിൽ പോലും പൈശാചിക ശക്തികൾക്ക് ചലിക്കാൻ കഴിയില്ല. ഓ, ആരാധിച്ചേ, ആത്മാവിൽ ആരാധിച്ചേ, അനുഭവമുള്ളവർ ആരാധിച്ചേ, കരമടിച്ച് ആരാധിച്ചേ. പ്രാർത്ഥിക്കുക. വെല്ലുവിളികളെ നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. എല്ലാ പൈശാചിക വെല്ലുവിളികൾ നിന്റെ വീട് എത്ര ശപിക്കപ്പെട്ട വീടെന്ന് നാട്ടുകാർ പറഞ്ഞാലും, നിന്റെ ചുറ്റുപാടിൽ എത്ര അന്യാരാധനകൾ ഉണ്ടെങ്കിലും, നിനക്ക് വിരോധമായി ആരൊക്കെ ആഭിചാരം ചെയ്തിട്ടുണ്ടെങ്കിലും, ഇതിനൊന്നും ചലിക്കാൻ കഴിയാത്ത നിലകളിൽ നിന്റെ പ്രാർത്ഥനയുടെ മുറിയിൽ പ്രാർത്ഥിക്കുന്നവർ പട്ടണങ്ങളിൽ എഴുന്നേൽക്കട്ടെ, പ്രാർത്ഥിക്കുന്നവർ കുടുംബങ്ങളിൽ എഴുന്നേൽക്കട്ടെ, പ്രാർത്ഥിക്കുന്നവർ സഭയിൽ എഴുന്നേൽക്കട്ടെ, പ്രാർത്ഥിക്കുന്നവർ ഉണരട്ടെ. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 41 മുതൽ 45 വരെയുള്ള ഭാഗങ്ങളിലേക്ക് ഞാൻ പെട്ടെന്നൊന്ന് വന്നു പോവുകയാണ്. 42-ാം വാക്യം. ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്ത് മലയിൽ കയറിപ്പോയി. ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്തു കുനിഞ്ഞ് മുഖം മുഴങ്കാലുകളുടെ നടുവിൽ വെച്ച് മുട്ട നിൽക്കുന്നവന്റെ മുമ്പിൽ പലതും മുട്ടടിക്കും. മോനെ, നീ മുട്ട നിൽക്കാൻ തയ്യാറാണ്, നിന്നെ പേടിപ്പിക്കുന്ന പലതും മുട്ടടിക്കാൻ പോവാ. അഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മലയിൽ കയറിപ്പോയപ്പോൾ ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞു. ഒരുത്തൻ ഭക്ഷണം കഴിക്കാൻ പോകുന്നു. 2 കൂട്ടരെ കാണാം. ഒരുത്തൻ ഫുഡിന് വേണ്ടി പോകുന്നു, ഒരുത്തൻ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്നു. എന്റെ കാര്യം എങ്ങനെയും നടത്തി തരണേന്ന് പറഞ്ഞു വരുന്ന ഒരു ടീം, അവൻ അങ്ങനെ പോകുന്നു. വേറൊരാളൊന്നും പ്രതീക്ഷിക്കാതെ മുഴങ്കാലിൽ തലയിട്ടിരുന്ന് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്നു. ചരിത്രങ്ങൾ തിരിയുന്നത് ആഹാബിലേക്കല്ല, പിന്നെ ചരിത്രങ്ങൾ തിരിയുന്നത് പ്രാർത്ഥിച്ചവനിലേക്കാണ്. എന്തോ കർത്താവ് നിങ്ങളോടൊന്ന് പറയുന്നു, ഫാസ്റ്റിംഗ് എടുക്കുക, ചില ദിവസങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുക, ദൈവസന്നിധിയിൽ ഇരിക്കുക, മാറിയിരിക്കുക, പ്രാർത്ഥിക്കാൻ ഇരിക്കുക, നഷ്ടപ്പെട്ട പ്രാർത്ഥനാ ജീവിതത്തെ തിരിച്ചു പിടിക്കുക, ബൈബിൾ എടുക്കുക, വായിക്കുക, മനഃപൂർവ്വം ഇരിക്കുക, വായിക്കുക, പ്രാർത്ഥിക്കുക, ഉപവസിക്കുക. 43-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞു. അവൻ പിന്നെയും 7 പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. 7-ാം പ്രാവശ്യമോ, ഇതാ ഞാൻ കടലിൽ നിന്ന് ഒരു മനുഷ്യൻ്റെ കൈ പോലെ
ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. ഇനി പ്രാർത്ഥിച്ചവൻ, കണ്ടോ, ശ്രദ്ധിച്ചു കേൾക്കണം, പ്രാർത്ഥിച്ചവൻ പ്രാർത്ഥനയുടെ മറുപടിയായി കണ്ട കാർമേഘത്തിന് ഒരു കൈയുടെ വലിപ്പേ ഉള്ളൂ, ഒരു കൈപ്പത്തി പോലെ. ശ്രദ്ധിക്കുന്നോ? ഒരു മനുഷ്യന്റെ കൈ പോലെ ചെറിയ ഒരു മേഘമാകണ്ടേ. പ്രാർത്ഥിച്ചവൻ പ്രാർത്ഥനയുടെ മറുപടിയായി കണ്ടതിന്റെ വലിപ്പം ചെറുതാണെങ്കിലും പെയ്ത മഴ മഴയുടെ മുഴക്കം. എനിക്കറിയില്ല, ഞാൻ ഈ ഒരു ദൂത് ഇന്നിവിടെ റിലീസ് ചെയ്യുക. ഇത് കർത്താവ് എന്നോട് സംസാരിക്കുന്ന അതുപോലെ പറയുകയാണ്. നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന ചെറിയ പ്രാർത്ഥനയായിരിക്കും, നീ പ്രതീക്ഷിക്കുന്ന വിടുതലും ചെറുതായിരിക്കും, പക്ഷെ സംഭവിക്കാൻ പോകുന്നത് വലുതായിരിക്കും. നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന ചെറുതായിരിക്കും, നീ പ്രതീക്ഷിക്കുന്ന വിടുതലും ചെറുതായിരിക്കും, പക്ഷെ സംഭവിക്കാൻ പോകുന്നത് നിന്റെ കൈ നിൽക്കാത്ത നിലകളിലുള്ള ദൈവപ്രവർത്തികളായിരിക്കും. ക്ഷണത്തിൽ ആകാശം മേഘവും കാറ്റും കൊണ്ട് കറുത്ത് വൻ മഴ പെയ്തു. പുള്ളി വന്ന് പറഞ്ഞ കൈപ്പത്തിയുടെ വലിപ്പത്തിലുള്ള മേഘമേ ഉള്ളൂ, വലുതായിട്ടൊന്നും ബ്രദർ പ്രതീക്ഷിക്കണ്ട. സ്തോത്രം, 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 സ്തോത്രം. നിന്റെ പ്രാർത്ഥനാമുറിയിൽ, നിന്റെ പ്രാർത്ഥനയിൽ, അതിൻ്റെ വാഗ്ദത്തങ്ങളിലൊക്കെ വലിയ വലിപ്പം നീ കാണുന്നില്ലെങ്കിലും നീ കേൾക്കുന്ന വാർത്തകൾ, നിന്നോട് ആൾക്കാർ പറയുന്ന വാർത്തകൾ നിന്നെ എൻകറേജ് ചെയ്യുന്നതല്ലെങ്കിലും ചെറിയ കൈപ്പത്തിയുടെ വലിപ്പമേ മഴയ്ക്കുള്ളൂ എന്ന് പറഞ്ഞവന് പുറത്തിറങ്ങാൻ പറ്റാത്ത നിലയിലുള്ള മഴ, വൻമഴ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ദൂത് പറയുന്നത്. പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ ജീവിതത്തിൽ നീ കേട്ട ദൂത് ചെറിയ ദൂതായിരിക്കും, നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന ചെറിയ പ്രാർത്ഥനയായിരിക്കും, നിന്നോട് ആൾക്കാർ പറഞ്ഞത് നെഗറ്റീവായിരിക്കും, പക്ഷേ അതിന്റെ മറുപടി നീ പ്രതീക്ഷിച്ചതുപോലെ ആയിരിക്കത്തില്ല. അതിന്റെ മറുപടി അത്യത്ഭുതകരമായിരിക്കും. വർഷങ്ങളായി പ്രാർത്ഥനാമുറിയിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥനകൾ, ആമീൻ, എഴുതി വെച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ, ദൈവദാസന്മാരോട് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ പ്രാർത്ഥനകൾ, ഇങ്ങനെ വിവിധ നിലകളിൽ നീ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടികൾ വൻമഴ പോലെ പെയ്തിറങ്ങാൻ പോകട്ടെ. നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ മറുപടികൾ വൻമഴ പോലെ പെയ്തിറങ്ങട്ടെ, പെയ്തിറങ്ങട്ടെ, പെയ്തിറങ്ങട്ടെ. നിന്റെ പ്രതിസന്ധി കാണാനിരുന്നവൻ, നിന്റെ പ്രതികൂലം കാണാനിരുന്നവൻ രഥം കയറി പോകട്ടെ. The prayer of faith. If we pray the prayer of faith in suffering, when you pray the prayer of faith, God will answer you and you can break forth in praising the Lord. And the pastor was talking about Habakkuk in chapter 1. He is a weeping prophet. He is complaining to God, Lord, why are you silent? In Habakkuk chapter 2, the scene is changing and the Lord is answering the man of God, and the Lord talks. He breaks his silence, and as a pastor said, the Lord will break silence and he will answer some of those who has wept. And the Lord says in chapter 3 of Habakkuk, we find the prophet is
bursting forth in praises and he is worshiping the Lord. If you have prayed to the Lord in your suffering, the Lord will break the silence and he will talk to you, and finally the Lord will deliver all the answers and you will be breaking forth in worshiping the Lord. Hallelujah. Verse 15, we find prayer of faith will bring healing. And the Lord says God is going to heal many people here. Many people who have ailments in their body, the Lord is going to heal them today. And many questions you have, many unanswered prayers are there. The Lord says the Lord is going to answer them, and the Lord will manifest his presence and glory. And verse 16, we find confessing our trespass is important, and praying each other, confessing the trespass. The importance of a mentor or a spiritual father is important, because that person can correct us, and that person can mold us and pray for us. That is a great benefit. The deep secrets will be revealed in such kind of a relationship, and deliverance will happen to such people. So this type of a prayer is very, very effective prayer. How many of you believe that we need to have an effective prayer? The Lord is going to do that in your life. Verse 17, very important. Elijah, as a man, a model for prayer, the Lord is bringing out this man of God, Elijah. 2 Kings, he says that he's a person who has a faith in the Lord, and he serves him continuously. It's not that in past he has served. He says to Ahab, even now I stand before the King of Kings and the Lord of Lords. And he says he is very confident that the Lord will hear his word. That's the confidence children of God has. And today the Lord is telling you should have the confidence that the Lord will hear my prayer, and the prayer and the words which I have spoke through the prayer, the Lord will honor that, and the Lord is going to do that. And Elijah now is at Carmel, Mount Carmel, and 850 prophets are there. He's standing there alone, and all the other prophets of God, prophets of Baal, they are praying to bring down the fire. That means they are confident that they can do something. But this man of God who kneels down before the Lord, he was able to arrest the manifestation of the evil spirit. And that is a very powerful message. If you kneel down before the Lord, you will be able to arrest the manifestation of the evil powers in your place, in your locality, and the Lord will do that. I receive that in Jesus' name. 1 Kings 18:41 onwards. This man of God who prays, he is hearing an abundance, the sound of the abundant rain. And today the Lord says, if you pray to the Lord, you are going to hear an echo, a resounding sound of an abundant rain. It's not going to be a small rain, it will be a shower. Our heavy downpour is going to happen. Yes, Lord. He knelt down in the presence of the Lord. He put his face between his knees, and a very beautiful comparison, a noticeable comparison. When this man was kneeling down for prayer, Ahab is going to have a feast. This is the difference between the people who come for their own benefit and the people who bow down before the Lord. And today in this church, the Lord is seeking such people who will kneel down like Elijah, not seeking anything else, but seeking purely the presence of the Lord. And here a cloud like a man's hand, a small cloud is coming out of the sea. That means he is looking toward the sea and expectantly waiting for the answer to come. The Lord is looking at such people who with faith are expectantly waiting for the answer to come in their prayer, and the Lord will answer that. And one significant thing is that it's a very small cloud. It's not a big one, it's a small cloud. But the answer which came is the very big rain is going to come. Though the cloud is small, the Lord is telling an unexpected answer. A heavy downpour is going to happen in people's lives who are expectantly waiting for a heavy shower. Come on, put your hand together and praise God. Glory, glory, glory.
ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വേണം. ഓ, അതിന് മതില് കെട്ടി എന്റെ മുമ്പിൽ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു. ആരെയും കണ്ടില്ല. ഇന്ന് കർത്താവ് ഇവിടെ തിരക്കുന്നു പ്രാർത്ഥനയുടെ മതില് കെട്ടാൻ. കുടുംബത്തിന്, രാജ്യത്തിന്, സഭയ്ക്ക്, ദേശത്തിന്, നിന്റെ തലമുറകൾക്ക് പ്രാർത്ഥനയുടെ മതില് കെട്ടാൻ കർത്താവ് ഇവിടെ ചിലരെ തിരയുകയാണ്. ദൈവം അന്ന് അന്വേഷിച്ചപ്പോൾ ആരെയും കണ്ടില്ല. ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ. ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഞാൻ ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാ. ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥനയുടെ മതില് കെട്ടാൻ ഒരു സൈന്യത്തെ കർത്താവ് ഇതിനകത്ത് എഴുന്നേൽപ്പിക്കുകയാണ്. എത്ര പേർ നിങ്ങളുടെ ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കും? എത്ര പേർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും? I really humbly requesting your valuable prayers. ഇതിനകത്തും പുറത്തും നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ദയവായി എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണേ. ഒരു ദിവസം പോലും മറക്കാതെ ഓർത്താൽ അത്രയും സന്തോഷം. ഒന്ന് മതില് കെട്ടി പ്രാർത്ഥിക്കണേ. നമ്മുടെ സഹോദരങ്ങളൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കണേ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഈ സഭയുടെ പ്രാർത്ഥന നിശ്ചയമായിട്ടും നിങ്ങളുടെ ഭവനത്തിനൊരു പ്രൊട്ടക്ഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് ബൈബിൾ അങ്ങനെ തന്നെ പറയുന്നത്, മതില് കെട്ടി പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥനയുടെ മതില് കെട്ടാൻ. ഞാൻ ആരെയും കണ്ടില്ല. ദൈവസങ്കടത്തോടെ പറയുന്നു. ദൈവം ഒത്തിരി പ്രവാചകന്മാരെ കണ്ടു, ദൈവം ഒത്തിരി വർഷിപ്പ് ലീഡേഴ്സിനെ കണ്ടു, ദൈവം ഒത്തിരി പാട്ടുകാരെയും പ്രസംഗകരെയും കണ്ടു, ദൈവം ഒത്തിരി ഉപദേശിമാരെ കണ്ടു. പക്ഷെ ദൈവം നോക്കുമ്പോൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ആരെയും കാണുന്നില്ല. ഞാനിവിടെ ഉണ്ടെന്ന് പറയാമോ? കർത്താവേ, ഞാൻ അതിനുണ്ട്. ജീസസ്. ഞാൻ ഇന്നിവിടെ നിൽക്കുമ്പോൾ ഒരു സത്യം പറയട്ടെ. നമ്മളൊക്കെ പറയുന്നത്, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാണ് എന്നെ ദൈവത്തിലേക്ക് നയിച്ചതെന്നും എൻ്റെ അമ്മയുടെ പ്രാർത്ഥന എനിക്കൊരു കോട്ടയാണെന്നും. പക്ഷെ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളെക്കുറിച്ച് അങ്ങനെ പറയാൻ പറ്റുമോ? നിങ്ങളുടെ കുഞ്ഞ് വളർന്നു വരുമ്പോൾ പറയൂ, എൻ്റെ അമ്മയുടെ, എൻ്റെ അപ്പാടെ പ്രാർത്ഥനയാണ് എന്നെ ഇവിടെ എത്തിച്ചതെന്നും നയിച്ചതെന്നും. പ്രാർത്ഥനയിൽ നിങ്ങൾ യേശുവിനെ പോലെ നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ തലമുറയ്ക്കും സഭയ്ക്കും ഒരു മാതൃകയായിരിക്കട്ടെ. നമുക്കൊരു മോഡേൺ ചർച്ചല്ല വേണ്ടത്, നമുക്കൊരു മോഡൽ ചർച്ചാണ് വേണ്ടത്. നമ്മൾ ആരും ഒരു മോഡേൺ വിശ്വാസിയാകാൻ ശ്രമിക്കരുത്. നമ്മളൊരു മോഡൽ ബിലീവർ ആയിരിക്കണം. എ പ്രയർ മോഡൽ ബിലീവർ. പ്രാർത്ഥനയുടെ മാതൃകയുള്ള മനുഷ്യൻ, എന്തും പ്രാർത്ഥനയിൽ നേരിടുന്ന വ്യക്തി, ദൈവമുഖം അന്വേഷിക്കുന്ന വ്യക്തി. ഞാൻ ഇവിടെ ഇരിക്കുന്നവരുടെ ഉറപ്പ് പറയുകയാണ്, ദൈവത്തിന്റെ മുമ്പിൽ കരഞ്ഞവനെ മനുഷ്യന്റെ മുമ്പിൽ കരയാൻ ദൈവം വിടുകയില്ല. ദൈവത്തോട് യാചിച്ചവനെ മനുഷ്യരോട് യാചിക്കാൻ അവൻ അനുവദിക്കുകയില്ല. ദൈവത്തിന്റെ മുമ്പിൽ ഏലിയാവേ, നീ മുഴങ്കാലിൽ കിടന്ന് പ്രാർത്ഥിച്ചെങ്കിൽ ഒരാഹാബിന്റെ മുമ്പിൽ നീ തല കുനിയേല. ഓ ജീസസ്, ജീസസ്, ജീസസ്. ഞാൻ വീണ്ടും പറയുന്നു, ആരുടെ മുമ്പിൽ നിന്നെ തല കുനിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഓ, കരങ്ങളെ ഉയർത്തിപ്പിടിച്ചേ, കരങ്ങളെ ഉയർത്തിപ്പിടിച്ചേ. ആത്മാവിൽ ചില മിനിറ്റുകൾ എല്ലാവരും ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ. വേറെ ഒന്നും ചെയ്യാതെ ആത്മാവിൽ ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചേ. ഉയരട്ടെ, പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. കുടുംബത്തിന് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി മതിൽ കെട്ടി പ്രാർത്ഥിച്ചേ. ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചേ. ഓ, വാഹനം ഓടിക്കുമ്പോൾ പ്രാർത്ഥിച്ചേ, ഭക്ഷണമേശയിൽ പ്രാർത്ഥിച്ചേ, അടുക്കളയിൽ കിച്ചണിൽ നിൽക്കുമ്പോൾ പ്രാർത്ഥിച്ചേ.